ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നിഴൽ പോലും കടപ്പെട്ടിരിക്കുന്നത് വെളിച്ചത്തിനോടാകുമ്പോൾ നിഴൽ നമുക്ക് സ്വന്തമല്ലാതാകുന്നു. വെളിച്ചം നിഴലിനെ സൃഷ്ടിക്കുന്നു. അവിടെ വെളിച്ചത്തെ മറച്ചത് നിഴലിനെ സൃഷ്ടിച്ച വസ്തു എന്ന് കരുതിയാൽ നിഴലിനെ സൃഷ്ടിച്ചത് രണ്ടുപേരാകുമോ? ഒരിക്കലുമല്ല. നിഴല് തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയണം. സ്വരൂപത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഉത്ഭവത്തെ തേടിയുള്ള യാത്ര തുടരണം. വെളിച്ചമാണ് നിഴലിനെ സൃഷ്ടിച്ചത്. ആ വെളിച്ചത്തെ തേടിയുള്ള യാത്രയാണ് ഒരു നിഴൽ ചെയ്യേണ്ടത്. ഔദൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന രചനയിൽ നിന്നും എടുത്ത ഈ ചിന്താശകലത്തെ മനനം ചെയ്തുകൊണ്ട് നമുക്കിന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോടുള്ള മീൻചന്ത വട്ടക്കിണർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്ത് എത്തിപ്പെടാൻ ഉള്ള ഒരു പ്രധാന കാരണം ഈ പ്രദേശത്തെ പുണ്യമാക്കുന്ന ഒരു ഋഷീശ്വരനായ കോഴിക്കോട് ബാബ എന്നറിയപ്പെടുന്ന ആ മഹാത്മാവിനെ പരിചയപ്പെടാനും അദ്ദേഹത്തെ കൂടുതൽ നമ്മളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ആശ്രമം എന്ന ഭവനത്തിൽ ആണ് ഇന്ന് മീറ്റ് ടു മീ മെഡിറ്റേഷൻ ചാനലിലെ സാധകർ എത്തിയിരിക്കുന്നത്. ഔദൂജിയോടൊപ്പം നമുക്ക് അദ്ദേഹത്തെ, ബാബാജിയെ നമുക്ക് നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. രാജ്യത്തിൽ സാധാരണ ഒരു മനുഷ്യനെ പോലെ നാം പല ജോലികളും ചെയ്തു ബിസിനസ്സിലൊക്കെ ഇറങ്ങി. റിയൽ എസ്റ്റേറ്റുകൾ, സ്വത്തുക്കൾ വാങ്ങുക, പീസായിട്ട് കൊടുക്കണം. റിയൽ എസ്റ്റേറ്റിൽ വന്ന് ആ റിയൽ എസ്റ്റേറ്റിൽ നിന്നും ചെയ്ത് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കും. നല്ല വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഗുരുക്കന്മാരെ എന്തോ ഓട്ടോമാറ്റിക്കായിട്ട് ബന്ധപ്പെട്ട് പോയി. അവരിൽ നിന്ന് ചില അറിവുകളും ചില കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ പോയി മലപ്പുറം ജില്ലയിൽ വെള്ളാമ്പറത്തുനിന്ന് മലപ്പുറം പോകുന്ന റോഡിൽ 27 എന്ന ആ ഇടത്തിൽ മീരാനുപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളെ കാണാനിടവായി ചെന്ന്. അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഫാമിലിയോടെ ചെന്ന് കുടുംബമെല്ലാം ഉണ്ടായി ഒന്ന് കണ്ട് കുറച്ച് അവിടെ ഇരുന്ന് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ ചോദിച്ചു എന്താ അദ്ദേഹം പിന്നെ അവിടെ ഇരുന്ന് മറുപടി കിട്ടിയില്ലല്ലോ. കുറേ അവിടെ ഇരുന്നിട്ട് പിന്നെയും കുറേയൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ച് നമ്മൾ പോട്ടെ എന്ന്. അപ്പോഴും പറഞ്ഞു പിന്നെയും കുറേ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ചോദിച്ചു പോട്ടെ നമ്മൾ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ച അദ്ദേഹത്തിൻ്റെ രീതി അതായിരിക്കാം എന്ന് കരുതി നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളോടല്ല പോണ്ടെന്ന് പറഞ്ഞത്. അദ്ദേഹം എന്തോ ഉദ്ദേശിച്ചായിരിക്കും പോണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നു. അപ്പം നമ്മൾ പേടിയായി. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരുന്നു. നമ്മളോട് പോണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇനി പോയാൽ ബുദ്ധിമുട്ടാവുമെന്ന് തോന്നി. അങ്ങനെ അവിടുന്ന് കുറേ കഴിഞ്ഞതിന് ശേഷം 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ചോദിച്ചു പോട്ടെ. കാരണം കുട്ടികളെ രാവിലെ സ്കൂൾ പറഞ്ഞയച്ചിട്ട് വൈകുന്നേരം കുട്ടികൾ തിരിച്ചു വരുമ്പോഴേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിച്ചാണ് വന്നത്. അപ്പോൾ വീട്ടിലെ വയസ്സായ മാതാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അരി തീരട്ടെ. അരി തീരട്ടെ. മനസ്സിലായത് എന്താ അരി തീരെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് കുറേ
അരി തീർന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അവിടെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു. നമ്മൾ ശ്രദ്ധ മുഴുവനും വീട്ടിലേക്ക് തിരിച്ചു വരിക കണ്ടല്ലോ എന്നോട്. ഇനിയും കുറേ കഴിഞ്ഞ് വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞ അരി തീരട്ടെ. അപ്പോൾ വീണ്ടും ഇപ്പം നമ്മൾ നോക്കി അവിടെ എന്താ അരിയേറ്റുണ്ടാവുക, അരിയേറ്റം വേവിച്ചിട്ട് അത് തിന്ന് തീർന്നിട്ട് പോകാമെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്. അരിയൊക്കെ നോക്കിയപ്പോൾ നെല്ലുണ്ട്, ചെറിയ ചാക്കിൽ വായ കെട്ടിയിട്ട് കുട്ടിക്കെട്ടിയിട്ട് അവിടെ വെച്ചിട്ട്, ഇതൊക്കെ വേവിച്ച് തിന്ന് തീർന്നിട്ട് പോകാമെന്നാണോ എന്നൊക്കെ നമ്മൾ മനം ഒന്നും അറിയില്ലല്ലോ. നമ്മൾ കണക്ക് കൂട്ടുക. കണക്ക് കൂട്ടി കുറേ കഴിഞ്ഞു രാത്രിയായി. രാത്രിയായപ്പോൾ റോഡ് സൈഡിലായിരിക്കുന്നത് കേട്ടോ. റോഡ് സൈഡിലാണ് ഇങ്ങനെ കൂടിയിരിക്കുക. അപ്പോൾ രാത്രിയായപ്പോൾ നമ്മൾ വിചാരിച്ചു രാത്രിയായില്ലേ, എല്ലാം പോയി. രാത്രിയായി കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു. അപ്പോഴും പറഞ്ഞ അരി കേട്ടെ. പിന്നെ ബസ് ഉണ്ടായി. ഒരു 8-9 മണിക്ക് ആ കാലത്ത്, ഒരു 35 കൊല്ലം മുമ്പ്, ആ കാലത്ത് 8-9 മണിക്ക് ആ ലൈൻ ഭാര്യ, അളിയന്, പെങ്ങൾ 4 ആളെ പോയി. അപ്പോൾ ഞാൻ അളിയനോട് പറഞ്ഞു കേട്ടോ, അത് എന്താ ചെയ്യാം, ഫസ്റ്റ് ബസ്സിന് പോകാൻ പറ്റില്ല, നമ്മൾ തീരുമാനിക്കാം. അങ്ങനെ അവിടെ ഇരുന്ന് അളിയനും ഭാര്യയും പെങ്ങളെല്ലാം, അവിടെ മരങ്ങളുണ്ട് റോഡ് സൈഡിൽ, അതിൽ ചാരി അവിടെ ഇരുന്ന് അങ്ങനെ ഉറങ്ങി. ഞാൻ അദ്ദേഹം റോഡ് സൈഡിൽ ഒരു തോടുണ്ട്, തോട് വെള്ളം ഒഴിച്ചു, ആ തോടിൻ്റെ മുകളിൽ പലകെട്ടിട്ട് ആ പലകൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ആ പലകൻ്റെ മേലെ കയറിയിരുന്നു. പലകൻ്റെ മുകളിൽ കയറിയിരുന്നു. മറ്റേ ഇവിടെ കണ്ണൂർ ഇച്ചമസ്ത എന്ന് പറഞ്ഞ മുസ്ലിമുകളുടെ മഹാനുണ്ട്. അദ്ദേഹം രചിച്ച ഒരു കവിത ഉണ്ട്, കാഫ് നൂന് കമാലിയത്ത്. ഈ തരീക്കത്ത് എന്ന് പറയും ഇസ്ലാമിൻ്റെ. ആ ഒരാളുമായിട്ട്, ഗുരുവായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ നിന്ന് അവിടുന്ന് പഠിച്ചെടുത്താണ് ഈ കവിത. കാഫ് നൂന് കമാലിയത്ത് കഥം പിടിച്ച് മണക്കുവാൻ കാതിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ട് കൊതിച്ചു ഞാൻ. ആഫിയത്ത് തടിക്ക് കൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദ് ഹലറത്ത് നല്ല മുഹമ്മദ. എന്നിട്ട് പറയുന്നത്, പിന്നെ സൂഫിയായ മക്കാമിലാകെ സുഫൂഫിലെന്നെ വളർത്തണേ, സാദിഖിൻ്റെ സമാധി മരണം, സാദിഖിൻ്റെ സമാധി തന്നിലും സൗമ കൊണ്ട് മടക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള കവിത അങ്ങനെ ചൊല്ലി മുഴുവനാവും മുന്നേ ഞാൻ ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നത്, എന്നെ ദൈവത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ട് ചേർക്കണേ എന്നാണ് ഈ പറയുന്നത്. എന്നെ സമാധി ആക്കി, എന്നെ ദൈവികമാക്കി തീർക്കണേ എന്ന് പറയുന്ന ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു. ഞാൻ കരഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ കരഞ്ഞുപോയി. അങ്ങനെ പിന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ അവിടെ എങ്ങനെയായിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നേരം വെളുത്ത് വരുന്നു. സമയം പോയത് അറിയില്ല. നേരം വെളുത്തപ്പോൾ ആളുകളൊക്കെ വന്ന് കൂടി, പുറത്തുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാൻ. അങ്ങനെ ഞാൻ ആ പലയിൽ നിന്ന് താഴെ ഇറങ്ങിയിരുന്നപ്പോൾ ഭക്ഷണം രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചു പോയതാണ്. അന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ രാത്രി ഉറങ്ങിയിട്ടില്ല. ആ വിശപ്പും ഉറക്കും എല്ലാം ചേർന്ന് ഞാൻ അവശനാണ്. കണ്ണെങ്ങനെ മാളിപ്പോകുന്നു. വെളിച്ചം വന്നപ്പോൾ, സൂര്യൻ വെച്ച് വെളിച്ചം വന്ന് കണ്ണ് മാളി. അങ്ങനെ ഞാൻ റോഡ് സൈഡിൽ ഇറങ്ങിയിരുന്നു ആളുകൾ വന്നപ്പോൾ. അങ്ങനെ അവിടെ തെങ്ങിൻ്റെ ഓല മുടഞ്ഞിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. 2-3 ഓലുണ്ട്. അതിൻ്റെ മുകളിൽ ചെന്നിരുന്നപ്പോൾ ഇങ്ങനെ കണ്ണ് മാളി. രാവിലെ ഫസ്റ്റ് ബസ് വരുമ്പം തന്നെ അലിയൻ വന്ന് ചോദിച്ചിട്ടു, വീരാൻ പാപ്പനോട് ചോദിച്ചു, നമ്മൾ പോട്ടേന്ന്. അപ്പോഴും പറഞ്ഞ രീതിയിലിട്ട് പൊക്കുടി പോകാൻ കഴിയാതെ വന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുക. ഞാൻ ആ ഓലയുടെ മേലെ ചെന്നിരുന്നു.
അവിടെ തടുക്ക് എന്ന് പറയാം. ഓലയുടെ മേലെ കയറി ചെന്നിരുന്ന് അങ്ങനെ കണ്ണ് മാളിയപ്പോൾ ഞാൻ മലർന്ന് കിടന്നു. ഓലയുടെ മുകളിൽ കൈ ബാക്കിൽ വെച്ച് ഇങ്ങനെ മലർന്ന് കിടന്നു. മലർന്ന് കിടന്നപ്പോൾ ആകാശത്തേക്ക് നോക്കി മലർന്ന് കിടക്കുക ആകാശം നോക്കിയപ്പോൾ മേഘങ്ങൾ പലതും തോന്നി. മേഘങ്ങളിൽ ആരൊക്കെ ഇരിക്കുന്ന പോലൊക്കെ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശത്തിൽ നിന്നുണ്ട് ഒരു പ്രകാശം, നമ്മുടെ പഴയ ട്യൂബിൻ്റെ വണ്ണത്തിൽ ആകാശത്തു നിന്ന് അങ്ങനെ പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എൻ്റെ നേരെ. അപ്പോൾ ഞാൻ അതിനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുക. കാരണം ആകാശത്തു നിന്ന് വരുന്ന ഒരു പ്രകാശം ദൈവികമാണ്, ദൈവത്തിൻ്റെ പ്രകാശമാണ്, ആ ജ്യോതിയാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ ഞാൻ ആ പ്രകാശത്തെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങോട്ട് നോക്കാനോ ചോദിക്കാനോ ഒന്നും ശ്രദ്ധയില്ല. കാരണം ദൈവികമായ ആ പ്രകാശത്തെ വലിച്ചെടുത്ത് ദൈവികമാവാനുള്ള ശ്രമമുള്ള ഞാൻ ആ പ്രകാശത്തെ തന്നെ വലിച്ചെടുത്തുകൊണ്ട് ഞാനിരുന്നു. പിന്നെ അങ്ങോട്ടൊന്നും ഇങ്ങോട്ടും നോക്കുന്നില്ല, ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ അലിയൻ വന്ന് പറഞ്ഞു, അലിയ, മീറാൻ പാപ്പ കിടന്ന് ഉറങ്ങിയെന്ന്. 10 മണിയായി വീരാൻ പാപ്പ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ 10 മണിക്ക് അദ്ദേഹം ഇതുപോലെ ഉറങ്ങാറില്ലല്ലോ. അങ്ങനെ കിടന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ആ ഇരിക്കുന്നിടത്തുനിന്ന് തന്നെ ഇതുപോലെ ചെരിഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങാണ്. ഞാൻ അലിയനോട് പറഞ്ഞു, ഇനി അദ്ദേഹം ഉണരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു 3:30 മണിയായപ്പോൾ ഉണർന്നു. ഞാൻ ഈ ശ്വാസം ഈ പ്രകാശത്തെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ പ്രകാശത്തിൽ മുഴുകിയ പ്രകാശത്തെ വലിച്ചെടുത്ത് അതിൽ തന്നെ എന്താണ് പറയുക, മുഴുകിയിരിക്കുക. അങ്ങനെ 3:30 മണി അല്ല, കുറേ കഴിഞ്ഞപ്പോൾ അളിയൻ പറഞ്ഞു, അളിയ വീരൻ പാപ്പ ഉണർന്നു ഇരിക്കുന്നു. അപ്പം ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ചുവന്ന കണ്ണ്, ഉറങ്ങിച്ച ചുവന്ന കണ്ണുമായിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ കുറേ അവിടെ അടുത്തുള്ള ഒരു സ്ത്രീനെ വിളിച്ചിട്ട് എന്തോ പറഞ്ഞു. ആ സ്ത്രീ റോഡിൻ്റെ വടക്ക് ഭാഗത്തേക്ക് പോയി. അങ്ങനെ ആ സ്ത്രീ വടക്ക് ഭാഗത്തേക്ക് പോയി. കുറേ കഴിഞ്ഞപ്പോൾ സ്ത്രീനെ കാണാത്തതുകൊണ്ടായിരിക്കാം വീരൻ പാപ്പ എഴുന്നേറ്റ് അവിടെ ആ ഭാഗത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങളും അവിടെ കൂടിയിരുന്നവരെല്ലാം ആ ഭാഗത്തേക്ക് അങ്ങനെ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ. അങ്ങനെ അടുത്ത സ്റ്റോപ്പിൽ പിലാക്കൽ എന്ന് പറയും. പിലാക്കൽ സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ഒരു ഓല കൊണ്ട് കെട്ടിയ ഒരു ചായക്കട. ആ ചായക്കടൻ്റെ മുന്നിൽ നിന്നു. അപ്പോൾ അവിടുന്ന് ഒരാൾ ഇറങ്ങി വന്നു. അയാളടുത്ത് എന്തോ ചില്ലറ പൈസ എടുത്ത് കൊടുത്തു, എന്തോ പറഞ്ഞു. അങ്ങനെ മീറാനും പാപ്പ ഈ റോഡിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുനിന്ന് കിഴക്കേ ഭാഗത്തേക്ക് പോയി. ഞങ്ങളും അപ്പുറത്തേക്കും പോയി. അപ്പോൾ അവിടെയുണ്ട് ഇതുപോലെ ഒരു തോടും അതിൻ്റെ മുകളിൽ പലയിട്ടിട്ട് അവിടെയുണ്ട് അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ഇടം. അദ്ദേഹം തോട്ടിൽ നിന്ന് കൈയും കാലൊക്കെ കഴുകി ആ പലകൻ്റെ മേലെ ഇരുന്ന് കയറിയിരുന്നു. ഞാൻ ഇതിൽ തന്നെയാണ്, ആ പ്രകാശത്തെ വലിച്ചെടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ആകാശത്തു നിന്ന് ഒരു കയറ് പോലെ പ്രകാശം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ ഞാൻ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പൈസ കൊടുത്ത് ഏൽപ്പിച്ച ആൾ വന്നു. ഒരു പായും വേറെ എന്തൊക്കെയോ സാധനമാണ്. എന്നോട് പറഞ്ഞു, മീറാൻ പാപ്പ, ആ പായ് അദ്ദേഹം ഇരിക്കുന്ന പലകൻ്റെ സൈഡിൽ ആ പായ് ഇവിടെ ഇട്ടോ, അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു, നമ്മളെ ഭാര്യനോടും വളിയനോടും പറഞ്ഞു, നിങ്ങൾക്ക് ആൾ പോയിട്ടോ അദ്ദേഹം അവിടെ കുടിയിരുത്തി. ഇവരാകെ പേടിയായി. ഇവരെൻ്റെ കൈയും പിടിച്ചിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ബസ്സും കയറിയിട്ട് നമ്മൾ ഇവിടെ പോന്നു. അന്ന് ഇവിടുന്ന് 2 സ്റ്റോപ്പ് അപ്പുറം പന്നിയങ്കരയുണ്ട്. ഞാൻ ആ ബസ് സ്റ്റോപ്പ് വരെ കൈ പിടിച്ച ഒരു കുഞ്ഞിൻ്റെ മാതിരി ഇവരെ കൂടെ നടന്നു. ബസ് കയറി. ബസ്സൊന്നും വീട്ടിലെത്തിയിട്ടുമൊക്കെ ഞാൻ ആ പ്രകാശം എന്നോടൊപ്പം തന്നെ എന്നിലേക്ക് അങ്ങനെ വന്ന് കയറിക്കൊണ്ടേയിരിക്കുക.
അങ്ങനെ വീട്ടിലെത്തി. വീട്ടിൽ മുകളിലാണ് എൻ്റെ മുറി. ഞാൻ മുകളിൽ എൻ്റെ മുറിയിൽ പോയി കിടന്നു. ആ പ്രകാശത്തെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ ഈ ലാൻഡ് വാങ്ങി കുറേ 5 സെൻറ്റും 6 സെൻറ്റും 10 സെൻറ്റും ഒക്കെ ആയിട്ട് മുറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. പല ആളുകൾക്കും കൊടുത്ത് എഗ്രിമെൻ്റ് ആക്കി പൈസ വാങ്ങിയിട്ട്. പിന്നെ അതിൻ്റെ ഓണറോട് വലിയ സംഖ്യ കൊടുത്തിട്ട് നമ്മൾ എഗ്രിമെൻ്റ് ആക്കി വെച്ചിരിക്കുക. എന്നിട്ട് പീസായിട്ട് കൊടുത്തിട്ട് ഒന്നായിട്ട് പൈസ ചെയ്യാറ്. ഈ ആളുകളൊക്കെ ഓരോ കാര്യത്തിന് സംസാരിക്കാൻ വന്നു. ഇതുപോലെ ഒരു ഓഫീസും കൂടെയാണ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ്. അപ്പോൾ ആളുകൾ വന്ന്, അപ്പോൾ നമ്മുടെ മാതാവ് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഇന്ന ആളുകൾ വന്നിട്ടുണ്ട്, എന്നെ കാണാൻ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എൻ്റെ അനിയനോടോ അളിയനോടോ പോയി സംസാരിക്കാൻ. കാരണം അവരും എൻ്റെ ബിസിനസ്സിൽ ഞാൻ കൂട്ടി അവരുടെ സഹായത്തോടു കൂടി ഞാൻ ബിസിനസ് ചെയ്തു. അപ്പോൾ അവർ കൂടുതൽ ഇന്ന ബിസിനസ്സിനെ പറ്റി പഠിച്ചിട്ടില്ല. അപ്പോൾ അവർ ഒന്ന് പറഞ്ഞു, നമുക്കറിയില്ല എന്ത് അവരോട് സംസാരിക്കണം, എങ്ങനെ പറയണം, എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ പോകണം. ഞാൻ പറഞ്ഞു, ഞാനില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇതിന് മുഴുകിയിരിക്കുക. ഇത് വിട്ടിട്ട് എനിക്ക് ഒന്നിനും പോകാൻ വയ്യ. ഒരു ബിസിനസ്സും പണം, ഒരു എൻ്റെ ഭാഗ്യത്തിന് ഒരു കാര്യം വേണ്ട. അങ്ങനെ അതിന് പോയി. അങ്ങനെ അവർ ചെന്നിട്ട്, അദ്ദേഹം വരുന്നില്ല, അദ്ദേഹത്തിന് എന്തോ വിഷമമുണ്ട്, പിന്നെ കണ്ടോളി വന്നോളി എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അങ്ങനെ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നൊക്കെ അവരും പലവരുമായിട്ട് ഇങ്ങനെ ഒന്ന് ബിസിനസ് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വലിയ ശ്രമത്തിലാണ്. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രശ്നമായി. ജനങ്ങളും കച്ചവടം ചെയ്തു വെച്ച ആളുകളും നമ്മളെ കുടുംബക്കാരും എല്ലാം വേണ്ടി ഇറങ്ങി പ്രശ്നമായി. നിങ്ങൾ ഇറങ്ങി വന്നിട്ട് പ്രശ്നം തീർത്തിട്ട് പോയിക്കോ, അല്ലാതെ ആളുകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ഇങ്ങനെ ഞാനൊക്കെ പ്രശ്നമായി കൊടുത്തു. ഇടപെട്ട് എന്നെ ഇറക്കിക്കൊണ്ടുവന്ന് ഓഫീസിൽ വന്നിരുന്നു. ഞാൻ അവരെ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഓരോന്ന് ആ നാളെ ചെയ്യുക, അല്ലെ ഇന്ന് ചെയ്ത്, അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങി. ആ പ്രശ്നമായിട്ട് മുന്നോട്ട് പോയി. ഈ പ്രകാശത്തിൻ്റെ ശ്രദ്ധ വിട്ടുപോയി. പിന്നെ പ്രകാശം കട്ടായി. ആകെ സൃഷ്ടിക്കലാണ് ആ ഓരോന്നും. അങ്ങനെ പ്രകാശം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോയി. ബിസിനസ് ശക്തി പ്രാപിച്ചു വീണ്ടും. അങ്ങനെ കുറേ. പിന്നെ ആ മീരാൻ പാപ്പൻ അവിടെ പോകാൻ പേടിയാണ്. കാരണം ഇതുപോലെ അദ്ദേഹം ബ്ലോക്ക് ചെയ്യുമെന്നുള്ളത്. ഞാൻ പോയില്ല. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മാനസികമായിട്ട് എന്തോ വിഷമം, പ്രയാസം. അങ്ങനെ ഞാൻ പോയി. ഒരു ദിവസം പോയപ്പോൾ അവിടെ ഇല്ല, ആളവിടെ ഇല്ല. അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചു, അടുത്തുള്ള ചായക്കടയിലൊക്കെ അന്വേഷിച്ചപ്പോൾ രാത്രിയിൽ ആരോ പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. കാരണം അവിടെ എല്ലാം ആളുകൾ ജനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായി, സ്ത്രീയും പുരുഷന്മാരും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ കാണാൻ വന്നിട്ട്. സിദ്ധന് ചുറ്റും ആൾ കൂടാണല്ലോ റോഡ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ തമ്പി കോളേജിൽ പഠിക്കലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്വേഷിച്ച് അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു കുറച്ച് അവിടെ ഇരുന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ പോട്ടെ എന്ന് വെച്ചപ്പോൾ എന്ന് പറഞ്ഞു. സമാധാനമായി. ആദ്യത്തെ മാതിരി നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ കുടിയിൽ സമാധാനം. അങ്ങനെ ഞാൻ പല പ്രാവശ്യം പോയി വന്നും കൊണ്ടേയിരുന്നു. ഒരു ദിവസം പോയപ്പോൾ അവിടെയില്ല. അന്വേഷിച്ചപ്പം ജനങ്ങൾ കൂടിയിട്ട് ആളുകളും വണ്ടി കയറ്റിയിട്ട് പട്ടാമ്പിയിൽ നിന്ന് പള്ളിപ്പുറം പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആ റോഡിൽ പാലത്തറ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെ ഉണ്ട് ഒരു വയലാണ്, കിലോമീറ്റർ കണക്കിൽ. അന്ന് ഇന്നെല്ലാം വിറ്റ് വീടും പീടികകളും ഒക്കെ ആയി, പെട്രോൾ പമ്പും ഒക്കെ ആയി. അന്ന് വയലാണ് കിലോമീറ്റർ. ആ വയലിലുണ്ട് അദ്ദേഹം.
അപ്പോൾ അദ്ദേഹത്തോടൊപ്പം അവിടെ ചെന്ന് അവിടെ ഇരുന്ന് കണ്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പോട്ടെ എന്ന് വെച്ച് അങ്ങനെ പോയി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഭാര്യയായിട്ട് ഭാര്യയെക്കുറിച്ച് ഇഷ്ടമാണ്. ഭാര്യയായിട്ട് മാനസികമായിട്ട് വിഷമമായി തെറ്റി. ഇവള് വേണ്ട എനിക്ക്, ഇനി വേറെ പെണ്ണ് കെട്ടി കല്യാണം കഴിച്ച് ജീവിക്കാം. അത്രയും വെറുത്ത് പോയി. ഞാൻ നാട് വിട്ടു, ഇവരോടൊന്നും പറയാതെ. അങ്ങനെ എവിടേക്കാണ് നാട് വിടുക? ഗുരു സന്നിധിയിലേക്ക്. പാലത്തെ റെയിൽവേക്ക് എൻ്റെ ആവശ്യം. അവിടെ കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ഞാൻ പറഞ്ഞു, അങ്ങനെ നാട് പെണ്ണുങ്ങളായിട്ട് ഭാര്യയായിട്ട് പിണങ്ങി വന്നാണ്, നാട് വിട്ടു വന്നു, ഇനി വേറെ കല്യാണം കഴിക്കണം. കാരണം ആരോട് പറഞ്ഞാലല്ലേ കല്യാണം കഴിക്കാൻ കഴിയുള്ളൂ. ഞാൻ മനസ്സിൽ വിചാരിക്കാൻ പറ്റില്ലല്ലോ. അതിന് അദ്ദേഹത്തോട് പറഞ്ഞു, അബൂക്കറാജി എന്ന് പറയുന്ന ഒരാളോട്. അങ്ങനെ അവിടെ കൂടി അവിടെ ചെന്ന് ഗുരു സന്നദ്ധിയിലിരിക്കുമ്പോൾ ഗുരുവെ നോക്കി കണ്ടും കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഇരുത്തത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് എണീച്ചിട്ട് ഇങ്ങനെ ഒന്ന് കാല് ഇതായിട്ട് ഉണ്ടാവില്ല, അതിങ്ങനെ ഒന്ന്. അപ്പോൾ ഞാൻ ആ കാൽക്കൽ വീണ് മുറ്റി മണത്ത് കരിഞ്ഞ് ഭയങ്കരമായിട്ട് കാൽക്കൽ വീണ് കരിയാണ് ഞാൻ. അങ്ങനെ എണീറ്റ് എന്നെ പിറ്റേന്ന് വയലിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ തലയും വെച്ച് കിടക്കല പണി. പിറ്റേന്ന് രാവിലെ കണ്ണ് തുറക്കുകയാണ്, ആ മണ്ണിൽ തന്നെയാണ് കിടക്കുന്നത്. കണ്ണ് അപ്പത്തിന് എൻ്റെ മൈൻഡ് പോയിട്ടോ. ഭാര്യ, കുട്ടികൾ, ബിസിനസ്, പണം, ഞാൻ എന്നുള്ള ധാരണ പോയി, മൈൻഡ് പോയി. ഞാനൊരു മഫാണ്. മഫായിട്ട് ഇങ്ങനെ ഗുരുവിനെ നോക്കി അങ്ങനെ അവിടെ ഇരിക്കുന്നതല്ലാതെ അവിടെ എപ്പോഴേയും ഭക്ഷണം എപ്പോഴെങ്കിലും ഉണ്ടാക്കുമോ? എപ്പോഴേയും ഭക്ഷണം ഉണ്ടാക്കുന്ന അവരെ ഉണ്ടാക്കിക്കൊണ്ടു തന്നാൽ ഞാൻ കഴിക്കില്ല, കാരണം ബുദ്ധിമുട്ട്. അതുപോലെ ആരെങ്കിലും എന്നോടോ അടുത്ത് വന്നാൽ ഞാൻ ഉടനെ അവരിൽ നിന്ന് ദൂരെ പോകും. കാരണം ഇവരൊക്കെ വന്ന് ചോദിക്കാനുള്ളത്, നിങ്ങൾ എവിടെയാണ്, ഭാര്യയില്ലേ, കുട്ടികളില്ലേ എന്ന അന്വേഷണമാണ് ഇവർക്കെല്ലാം ചെയ്യാനുള്ളത്. ഇതെല്ലാം മറന്ന ഞാൻ, എല്ലാം ഒഴിവാക്കി, ഞാനും ഇല്ലാത്ത അവസ്ഥയിൽ ഇതെല്ലാം തിരിച്ചു തരാൻ വേണ്ടി ഞാൻ ഛർദ്ദിച്ച് കളഞ്ഞത് അവർ തിരിച്ചു തരാൻ വേണ്ടിയാണ് ഈ ആളുകളെല്ലാം വന്ന് കൂടുന്നത്. എന്നെ മനസ്സിലാക്കി അവരടക്കുമ്പോൾ ഞാൻ മാറിപ്പോവും, ദൂരെ പോവും. അങ്ങനെ ഗുരുവിനെ നോക്കി അവിടെ ഇരിക്കലാണ്. അപ്പം ഞാനെന്ന മൈൻഡ് ഇല്ലാതെ അവിടെ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാറില്ല. അദ്ദേഹത്തോടൊപ്പം ആ വയലിൽ രാത്രി അദ്ദേഹത്തിനോട് തലവെച്ച് കിടന്ന് ഉറങ്ങി. രാവിലെ ഞാൻ എഴുന്നേൽക്കാം, കണ്ണ് തുറക്കുമ്പോൾ തന്നെ കിഴക്കുനിന്ന് പ്രകാശം ഉദിച്ച് ഉയർന്നത് എൻ്റെ കണ്ണിൽ വന്ന് പതിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയിട്ട്, ഞാനൊരു മുസ്ലിമായിട്ട് ആ മുസ്ലിം ഇതൊക്കെ കേട്ട് പഠിച്ചതാ, ഗ്രന്ഥമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കേട്ട് വൈകിച്ചാളോ. അപ്പം ആ മുസ്ലിമിൻ്റെ നൂറുള്ള ആ പ്രകാശത്തെ ഞാൻ വിളിച്ച് പറയണം, നൂറുള്ള. നൂറെന്ന് പറഞ്ഞ പ്രകാശമാണ് അള്ളാഹു. ആ പ്രകാശമായ അള്ളാഹു ഞാൻ കേൾക്കുന്നവർക്ക് വിളിച്ച് പറഞ്ഞു, ഗുരുവെ ഒന്ന് നോക്കും. അപ്പം ഗുരു എന്നെ നോക്കിക്കൊണ്ട് കയ്യിൽ ഒരു അലക്ക് തോർത്തുകൊണ്ട് കണ്ണ് തുടക്കും, എന്നെ നോക്കും. വീണ്ടും കണ്ണ് തുറക്കും, എന്നെ നോക്കും. ഞാൻ ഗുരുവെ ഒന്ന് നോക്കും, ആ പ്രകാശത്തെ ഒന്ന് നോക്കും. ഞാൻ പ്രകാശത്തെയും ഗുരുവെയും മാറി മാറി നോക്കുകയും അദ്ദേഹം എന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറക്കുകയും നോക്കുകയും ചെയ്തും കൊണ്ടുപോയി. എനിക്ക് തോന്നി, ഇത്രയും 10-30 വയസ്സത്ര ഓർമ്മയില്ല, ഇത്രയും കാലമായിട്ട് കണ്ടും പിടിക്കുന്ന സാധനം ഇപ്പം ഞാൻ അത് ദൈവമാണ്, ഈശ്വരനാണെന്ന് കാണുന്നത്, നൂറുള്ള എന്ന് കാണുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പം എൻ്റെ കണ്ണിൻ്റെ മറകളെല്ലാം നീക്കി എനിക്ക് ദർശനം നൽകുന്ന അദ്ദേഹമാണ്. എനിക്ക് അപ്പം തോന്നി.
ഞാൻ എണീറ്റ് ഷർട്ടെല്ലാം അയച്ച് വലിച്ചെറിഞ്ഞു. പിന്നെ എന്നെ പ്രകാശമാക്കുക എന്ന് പറഞ്ഞിട്ട് നടക്കലായി. എന്നെ പ്രകാശമാക്കുക എന്ന് പറഞ്ഞിട്ട് ആ പ്രകാശം എല്ലാം കൊണ്ട് രാവിലെ മുതൽ അസ്തമിക്കുന്നവരെ പ്രകാശം കൊണ്ട് അങ്ങനെ നടക്കും ആ ചുറ്റുപാട്. ഗുരുവിൻ്റെ സന്നദ്ധിയിൽ ചുറ്റി അങ്ങനെ നടക്കും. അങ്ങനെ വിയർത്ത് മുണ്ടൊക്കെ നനഞ്ഞിട്ടുണ്ടാവും, ഉടുമുണ്ട്. അങ്ങനെ രാത്രി ആവുമ്പോൾ മുണ്ടൊക്കെ ഉണങ്ങിയ വായൻ്റെ എല്ലാം എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും മുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പ്രകാശമൊക്കെ ഓർത്തിട്ട് ആ പ്രകാശവും ഞാനുമായിട്ടുള്ള ആകെ ബന്ധം. അങ്ങനെ നല്ല വേനലാണ്. വേനൽ മഴ ഒരു ദിവസം മഴ പെയ്തു. 6-6:30 മണി മുതൽ മഴ, പുലർച്ചെ വരെ മഴയാണ്. കഠിനമായ മഴയും ഇടിമിന്നലും ഒക്കെ ആയി. ഞാൻ ആ മഴ മുഴുവനും ഇങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് പ്രകാശം, തീ, ചൂട്, വായു, വെള്ളവും എല്ലാം വാതകങ്ങളായി വ്യാപിച്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ പ്രകാശത്തിൽ നിന്നും ഉണ്ടായതാണ് ആ വെള്ളം. അല്ലാതെ വെള്ളമോ മറ്റേ ഇടിമിന്നലോ ഒന്നും ഒരു വസ്തുവില്ല ഇവിടെയെല്ലാം. ആ ജ്യോതിയിൽ നിന്ന്, ജ്യോതി എന്ന് പറഞ്ഞു, ആ ജ്യോതിയിൽ നിന്നുള്ളതാ എന്ന് കണ്ട് ഞാൻ സന്തോഷം കൊണ്ട് ആ വെള്ളത്തെയും ഇടിമിന്നലിനും ഞാൻ സ്വാഗതം ചെയ്യാം. അപ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്, എല്ലായ്പ്പോഴും ഉണ്ടാവും. എല്ലാവരും പറഞ്ഞു, അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്ന് പറഞ്ഞു. എൻ്റെ ഇടയിൽ ഇവള് തിരഞ്ഞ്, നാട് മുഴുവൻ തിരഞ്ഞ് അവിടെ എത്തിയിരുന്നു. ഇവളും ചെറിയൊരു മകളും പറയാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ അത് മഴ പെയ്യുന്ന ആ ദിവസമായിരുന്നു, മഴ കൊണ്ടിരിക്കുന്ന ദിവസം. അവളും വന്നിട്ട് ആ മഴയും കൊണ്ട് ആ സൈഡിൽ, റോഡിൻ്റെ മറ്റേ സൈഡിൽ അവിടെ നിൽക്കുക. മഴയും കൊണ്ട് അവളും പോകും. ആളുകൾ മുഴുവനും ഓടി അടുത്ത പ്രദേശത്ത് പീഡിയക്കൊലായിലും പള്ളിയിലൊക്കെ പോയി അഭയം ചെയ്തു. ഞാനും മീരാൻ പപ്പി മഴ കൊണ്ട് അവിടെ ഇരിക്കുക. ആരോ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട് മീരാൻ പപ്പിൻ്റെ മേലെ ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ തലയിൽ പിടിച്ച് ആ മുഖം നോക്കി അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. അദ്ദേഹം മണ്ണുകൊണ്ട് ഒരു തറ പോലെ ഒന്നുണ്ടാക്കി, കൊട്ടത്തളം പോലെ. അതിൻ്റെ മുകളിൽ പലകെട്ട് ഇരിക്കും ഇടയ്ക്കിടയ്ക്ക്. മഴ പെയ്തപ്പോൾ അദ്ദേഹം അതിൻ്റെ മുകളിൽ വന്നിരുന്നു. അപ്പോൾ ആരോ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ടപ്പോൾ ഞാൻ ആ പ്ലാസ്റ്റിക് പൊക്കി പിടിച്ച് മുഖം കാണാൻ, എനിക്ക് മുഖം കണ്ടുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ ആ മുഖം കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. എൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, ഇങ്ങോട്ട് കയറിയിരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ പറയും, അപ്പത്തിന് വെള്ളം പൊങ്ങി വയലിൽ. ഞാൻ വെള്ളത്തിലായിരിക്കുന്നത്. ആ തറേൻ്റെ താഴെ ഞാൻ ഇരുന്നിട്ട് ആ പ്ലാസ്റ്റിക്കും പിടിച്ചിരിക്കാം. വെള്ളം പൊങ്ങി. അപ്പോൾ ഞാൻ പറയും, ഞാൻ വെള്ളത്തിലാണ്. വെള്ളം അദ്ദേഹത്തിൻ്റെ മേലെ വെള്ളമാവും, ഒന്നായിട്ട് ചെറിയ വെള്ളം. അതുകൊണ്ട് ഞാൻ പറയും, വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അങ്ങനെ അവിടെ ഇരുന്ന് ഓരോ തുള്ളി മഴയും മുഖത്ത് അടിക്കുമ്പോൾ മുഖം വേദനിക്കും. അത്ര ശക്തമായ മഴകളായി. അങ്ങനെ നേരം വെളുത്ത് പലവരും, മഴ കുറഞ്ഞു, പലവരും ഓടി വന്ന്, ഞാൻ അതിൻ്റെ ഓർഡറിലാണ് പറഞ്ഞു കേട്ടോ. പീസായാൽ എവിടെ വിട്ടുപോയാൽ പിന്നെ എൻ്റെ താളം തെറ്റിപ്പോകും. അതുപോലെ വിടാതെ പറയാം അനുഭവം. അങ്ങനെ പലവരും മഴ കുറഞ്ഞപ്പോൾ പലവരും ഓടിക്കൂടി. രാവിലെ 6:30 മണിയായിട്ടുണ്ടാവും. ഓടിക്കൂടി എല്ലാവരും വന്ന്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വയലിൽ തന്നെ ഒരു ഓല കൊണ്ട് മേഞ്ഞിട്ട് ഒരാൾ ചായ കട തുടങ്ങിയിരുന്നു. എല്ലാവരും കൂടി ആ ചായക്കടയിൽ പോയി പിന്നീട് ഞാൻ കേട്ടതാണ്. ചായക്കടയിൽ പോയി അയാളെ വിളിച്ചുണർത്തി ചായ ഉണ്ടാക്കിയ, നല്ല തണുപ്പ്, മഴ കൊണ്ടിട്ട് മഴയായി തണുപ്പുമായിട്ട് എല്ലാവരും ചായ കുടിച്ച്. അതിൻ്റെ നമ്മുടെ ഭാര്യയും കുട്ടിയും അതും പോയി ചായ കുടിക്കാൻ ഹോട്ടലിൽ ചെന്ന് ചായ കുടിക്കുമ്പോൾ, ഞാൻ ഇത് പറയാൻ കാരണം, ഹോട്ടലിൽ പറയാൻ കാരണം, ചായ കുടിച്ച് വന്നതിന് ശേഷം ഇവൾ ചോദിച്ചു എന്നോട്, എൻ്റെ അടുത്ത് വന്നിട്ട്, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. മീരാൻ പാപ്പൻ്റെ ഒരു മകനുണ്ട്. അദ്ദേഹത്തിന് ഭാര്യയും മകനൊന്നുമില്ല. കല്യാണം കഴിച്ചിട്ട് മകനായപ്പോൾ നാട് വിട്ട് പോയതാണ്.
പിന്നെ അവിടെ ഉണ്ട്, അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ഒരുപോലെ, ആർക്കെന്ത് ചെയ്താലും അവർ ശ്രദ്ധിക്കാറില്ല തീരെ. അപ്പം മകനും ഭാര്യയില്ല. വീരാൻ പാപ്പയുടെ മകൻ പോയല്ലോ, പറഞ്ഞല്ലോ, എന്നെ അവിടെ വിളിച്ചിരുന്നത് വീരാൻ പപ്പി ആളുകൾ വിളിച്ച് മാസ്റ്റർ എന്നാണ്. മാസ്റ്റർ. ഞാൻ അറബിയും പഠിച്ചിട്ടില്ല. ഈ സ്കൂളിൽ 3, 4, 5 എത്ര ക്ലാസ് എനിക്ക് ഓർമ്മയില്ല, പഠിച്ചിട്ടില്ല. പിന്നെ ഇന്ത്യൻ്റെ മാസ്റ്റർ. അപ്പം മാസ്റ്റർ എന്നെ മാസ്റ്റർ ആക്കണം അദ്ദേഹം. ഇപ്പം ഞാൻ മാസ്റ്റർ ഈ ആത്മീയമായ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം മാസ്റ്റർ അദ്ദേഹം ആക്കിയതാ. അദ്ദേഹം മാസ്റ്റർ എന്നെ വിളിച്ച് മാസ്റ്റർ ആക്കി. അപ്പോൾ അങ്ങനെ അവളെ നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ അവരെല്ലാവരും അറിയാതെ വായിക്കത്തൊക്കെ. ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ നോക്കിയിട്ട് കേട്ടിട്ട് എന്ത് തോന്നുന്നു നോക്കി. കുഴപ്പമില്ല. എന്നാൽ കുഴപ്പമില്ല, അവർക്ക് തോന്നുന്നത് അവർ പറഞ്ഞില്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ അങ്ങനെ അപ്പുറത്തേക്ക് മാറിയിരുന്നു. ഞാൻ അങ്ങനെ വീരാൻ പപ്പയെ നോക്കി അങ്ങനെ നിൽക്കുക. അങ്ങനെ അവിടെ കുറേ ദിവസങ്ങൾ മഴയും കൊണ്ട്, മഴ അല്ല, ആ ഒരു ദിവസമേ മഴയുള്ളൂ. പിന്നെ വെയിലും കൊണ്ട് ആ വിയർപ്പും അഴുക്കും ഒക്കെ ആയി. അബൂബക്കറാജി എന്ന് പറയില്ല മുമ്പ്, അയാൾക്ക് എന്തോ സഹായിക്കാൻ പറ്റില്ല. അയാൾ എന്നെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, മാഷേ ഒന്ന് കുളിച്ചു വരാമെന്ന്. അവിടെ അടുത്ത് പോയ പുഴ ഉണ്ട്, പട്ടാമ്പി പുഴ, കുളിച്ചു വരാമെന്ന്. അപ്പോൾ ഞാൻ ഗുരുവോട് ചോദിക്കും, അവർ കുളിച്ചു വരാമെന്ന് പറയുന്നുണ്ട്, ഞാൻ കുളിക്കട്ടെ പോയിട്ടുണ്ട്. വേണ്ടെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ വെയിലും കൊണ്ട് അഴുക്കും ഒക്കെ കൊണ്ട് അവിടെ എങ്ങനെ നിൽക്കുന്നു. നമ്മൾ ഈ കേൾക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുരു, ഈശ്വരൻ, അള്ളാഹു, ആ ഗുരുവെ ദർശിച്ചുകൊണ്ട്, ഗുരുവെ കണ്ടുകൊണ്ട്, ആ ഗുരുവെ അടിസ്ഥാനമായി ലക്ഷ്യം കൊണ്ട് ഗുരുവെ ചുറ്റി അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതാണ് അടിസ്ഥാന ഘടകം. അപ്പം ആ ഗുരുവാണ് ആദ്യേ ആ 27-ന് ഫാമിലിയോടെ ചെന്നപ്പോൾ അവിടുന്ന് അദ്ദേഹം കണ്ട് തീരുമാനിച്ചു ഇദ്ദേഹത്തെ എന്ത് ചെയ്യണമെന്ന്. സാധാരണമായി അതുകൊണ്ടല്ലോ ഒന്നും അറിയാത്ത നമ്മളോട് പോകണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് വെച്ചതും അരി തീരട്ടെ എന്ന് പറഞ്ഞതും. അന്ന് ആകാശത്തു നിന്ന് ആ ട്യൂബ് പോലെ ആ പ്രകാശം ഇറങ്ങി വന്ന ഒരു കയറ് പോലെ ഇറങ്ങി വന്ന് ഞാൻ ശ്വസിച്ചുകൊണ്ടിരുന്ന് അത് കട്ടായി ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ. പിന്നെ ആ പ്രകാശത്തിൻ്റെ ഉത്ഭവത്തിലേക്കാണ് ഇപ്പം കൊണ്ടെത്തിച്ചത്. അന്ന് വന്ന പ്രകാശവും ഉത്ഭവം ഇതായിരുന്നല്ലോ, ആ ജ്യോതി. നമ്മളെ ഉപനിഷത്തുകളിൽ ജ്യോതി, ഓംകാരം എന്നൊക്കെ പറഞ്ഞ ആ പ്രകാശമാണ്. അറബിയിൽ 100 എന്ന് പറഞ്ഞതും അതുപോലെ ബുദ്ധൻ പറഞ്ഞതും നിങ്ങളൊരു പ്രകാശത്തെ കണ്ടെത്തുക എന്നും, അങ്ങനെ ബാക്കി ബുദ്ധൻ പറയുന്നൊക്കെ ഈ എല്ലാ മതങ്ങളും എല്ലാ ദൈവികമായവരും പ്രകാശത്തെ കണ്ടെത്താനാണ് പറഞ്ഞത്. പക്ഷെ അവരാരും പ്രകാശത്തെ കാണിച്ചു കൊടുക്കുന്നില്ല. പ്രകാശത്തെ കണ്ടെത്താനും പ്രകാശമായി തീരാനും ഒക്കെ പറയുന്നു. ഞാൻ അങ്ങനെ ആ പ്രകാശം ആയി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഗുരു സമാധിയായി. ഞാൻ മനസ്സിലാക്കുന്ന സമാധി ആത്മാവ് ശരീരത്തിൽ നഷ്ടപ്പെടുമ്പോഴല്ല സമാധി. ഞാനൊരു മനുഷ്യനാണെന്ന തലത്തിൽ നിന്ന് ഞാൻ ആ ജ്യോതിയാണ്, ആ പ്രപഞ്ചവും അർദ്ധനാരീശ്വരന ശിവനും ആ ശിവ അവതാരവുമായി മനുഷ്യതലത്തിൽ നിന്ന് ശിവാവതാരമായി മാറുന്നതാണ് സമാധി എന്നാണ് എൻ്റെ അനുഭവം. അപ്പോൾ സാധാരണ ആളുകൾ ആത്മാവ് നഷ്ടപ്പെട്ടാൽ സമാധിയായി എന്ന് പറയും. ആ ഭാഷ തന്നെ ഞാൻ ഉപയോഗിക്കാം. അദ്ദേഹം സമാധിയായി. അങ്ങനെ അദ്ദേഹത്തെ മകൻ, അവിടുന്ന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു 5 സെൻറ്റ് സ്ഥലവും ഒരു ഓല വീടും ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി വീട്ടിലെ സൈഡിൽ മറവ് ചെയ്തു. പിന്നെ എല്ലാവരും അങ്ങോട്ടായി. അപ്പോൾ തേനീച്ചൻ്റെ റാണി പോകുന്നതൊക്കെയുള്ള എല്ലാ തേനീച്ചയും പോകുന്ന പോലെ എല്ലാവരും അവിടെ ക്യാമ്പായി. അവനും കുടുങ്ങി.
കാരണം എല്ലാവരും വന്ന് അവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ ഇവരെല്ലാവരും ശ്രദ്ധിക്കാനും ഇതാക്കാനും, പിന്നെ മുസ്ലിമുകളുടെ എന്താണ് മതപരമായുള്ള ആളുകളും വന്ന് കൂടി അവർക്ക് വലിയെന്നും ഒക്കെ പേരിട്ടിട്ട് ദൈവികമായവരാണ് അവരെ പരിപാലിക്കാനും ഇതാക്കാനും ഒക്കെ ആളുകൾ വന്ന് കൂടി. അങ്ങനെ ഇവിടെ ആരും നിൽക്കാൻ പാടില്ല, പോയി നിസ്കരിക്കുന്നു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ആണുങ്ങളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ആരും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. നമ്മൾ ആകെ നമ്മുടെ അടിസ്ഥാനം തേനീച്ചക്ക് റാണിയെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വരുന്നത്. അങ്ങനെ വിഷമിച്ചു. ഞാൻ അവിടെ റോഡ് സൈഡിൽ പോയിരുന്നു. അവിടെ അങ്ങാടിയിൽ കാരക്കുത്തങ്ങാടി എന്ന് പറയും. ഈ സ്ഥലത്തിൻ്റെ കാരക്കുത്ത് എന്നാ പറയാം. ഈ കാരക്കുത്തിലെ അങ്ങാടിയിൽ ചെന്ന്, ഇത് അങ്ങാടി 1.5 കിലോമീറ്റർ ഉള്ളോട്ടായ ആണ് വീട്. ഇടയിൽ കൂടെ അന്ന് ഇതാണ് ഇപ്പോൾ റോഡായാണ്. അവിടുന്ന് റോഡിൽ പോയിരുന്നു ഞാൻ. റോഡ് സൈഡിൽ ഈ പോസ്റ്റ് ഇലക്ട്രിക്കിൻ്റെ കോൺക്രീറ്റ് പോസ്റ്റ് മുറിഞ്ഞിട്ട് ഇട്ടിട്ട് അവിടുത്തെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് റോഡ് സൈഡ്. അതിൻ്റെ മുകളിൽ പോയിരുന്ന ആ പ്രകാശം കൊണ്ട് ഞാൻ അവിടെ അങ്ങനെ ഇരിക്കലായി. ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല, ഒറ്റ ഇരിപ്പ്. ആ വെയിലും കൊണ്ട്, നല്ല വെയിലാണ്. ആളുകൾ മുഴുവനും റോഡ് സൈഡിൽ അക്കരയും ഇക്കരയൊക്കെ നിന്നിട്ട് നോക്കുന്ന പണിയാണ്, നോക്കിക്കൊണ്ടിരിക്കും. പലവരും വന്നിട്ട് പറയും, നിങ്ങൾ ഇങ്ങനെ വെയിൽ കൊണ്ടിരിക്കുന്നത് ആ മരത്തള്ളക്ക് ഇരുന്നൂടെ, ആ പീഡിയ കൊലയിൽ പോയിരുന്നൂടെ? ഇങ്ങനെ വെയിലും കൊണ്ടിരിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമുക്ക് വെയിൽ കൊള്ളാൻ വയ്യ. എന്നിട്ട് നമ്മൾ കൊട പിടിച്ചിട്ടും മരത്തള്ളക്കൂടെയൊക്കെ നടക്കുന്നത്. നിങ്ങൾ എന്തിനാ വെയിൽ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഞാനൊന്നും മുട്ടില്ല. പിന്നെ ചിലർ വന്നിട്ട് ചായ വേണോ ഭക്ഷണം വേണോ എന്നൊക്കെ വന്ന് ചോദിക്കും. ഞാൻ വേണ്ട. ആളുകൾക്ക് ഒരു പ്രയാസമായി ഞാൻ അവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ വെയിൽ കൊണ്ടിരിക്കുന്നത്, വെള്ളം ഭക്ഷണമില്ല. അങ്ങനെ ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം ചായ വാങ്ങിത്തട്ടെ എന്ന് പറയാൻ, ഞാൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഹോട്ടൽ, ചായ വാങ്ങിത്തട്ടെ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ പൈസ ചീത്ത പൈസ ആയതുകൊണ്ടാണോ? മുസ്ലിമുകൾ പറഞ്ഞ ഹറാമാണ്. ചീത്ത പൈസ ആയതുകൊണ്ടാണോ നിങ്ങൾ എൻ്റെ ചായ വെള്ളം കുടിക്കാത്തത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കരുതി. അപ്പോൾ ഞാൻ തട്ടി പറഞ്ഞു, ചായ വാങ്ങി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. അങ്ങനെ അയാൾ ഒരു ഗ്ലാസ് ചായയും ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വന്നു. ആ വെള്ളം ഞാൻ കുടിച്ചിട്ട് ചായ പാതി അതിലൊക്കെ വെച്ചു, പാതി അദ്ദേഹത്തിന് കൊടുത്തു, പാതി ഞാനും കുടിച്ചു. അപ്പോൾ എനിക്ക് വേണ്ടിയല്ല ഞാൻ കുടിച്ചത്, അദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ടിട്ട് അതിന് ഒരു സമാധാനം ഉണ്ടാക്കി അദ്ദേഹം സന്തോഷമായത്. അങ്ങനെ അങ്ങോട്ട് പോയി. അതുപോലെ പലവരും പിന്നെയും വന്ന് ചോദിക്കും, ചായ വെള്ളം വേണ്ടെന്ന് പറയും. അങ്ങനെ അവിടെ മാസങ്ങളോളം ഇരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവള് കയറി വന്നു. ഇവള് ഒരു മകനെയും കൂട്ടിയിട്ട് കയറി വന്നു. അവൾ റോഡ് സൈഡിൽ ഇരിക്കല്ല. അവിടെ വന്നപ്പോൾ ആളുകൾ ആരാണ് എന്താണ് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഭാര്യയാണ് വിളിക്കാൻ പറ്റുന്നത്, ഒന്ന് വേഗം കൂട്ടിക്കൊള്ളുന്ന അവളോട് പറഞ്ഞു. എന്നോടും പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി, വീട്ടിൽ പോയിരുന്നാൽ, ഇവിടെ വെയിലും കൊണ്ടിരിക്കാൻ നമുക്ക് സഹിക്കാൻ വയ്യ കണ്ടിട്ട്, നമ്മളെല്ലാവരും കൂടെ വീട്ടിൽ കൂടെ നാക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആളുകളുടെ ശല്യം, പ്രശ്നങ്ങളും മർദ്ദം സഹിക്കാൻ വയ്യാതെ ഞാൻ അവരെ പറഞ്ഞു ഇവളോട്, ഞാൻ പിന്നെ വരാം. അത് പറ്റൂല, ഇന്ന് വരണമെന്ന്. ഞാൻ പിന്നെ വരാമെന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളുകൾ, ഇന്ന് നിങ്ങൾ ദിവസം പറയുന്നു, പിന്നെ എന്ന് പോകുമെന്ന് പറയും. ഞാൻ പറയും അടുത്ത ബുധനാഴ്ച വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച ആകുമ്പോഴേക്കും ഇവർ വാഹനം കോലാഹലം ഒക്കെ ആയിട്ട് എന്നെ കുട്ടി വീട്ടിൽ കൊണ്ടുപോയാക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടിയിലൊന്നും വരില്ല, ഞാൻ റെയിൽവേയിലാണ് ഇവിടെ പോകാറ്, ഞാൻ റെയിൽവേ പോകുള്ളൂ. എന്നാൽ നമ്മളും റെയിൽവേ ആക്കാമെന്ന് പറഞ്ഞു. അവരെല്ലാവരും ലോക്കൽ ട്രെയിനും കിട്ടും, അത് കയറി ഇവിടെ കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങോട്ട് വന്ന്. ഇത് അന്ന്
ഓടിട്ട മച്ചിപ്പുരയായിരുന്നു, അപ്സ്റ്റെയർ റൂമില്ല. പിന്നെ അവിടെ അട്ടമുണ്ടായിരുന്നു, ഇത് കിട്ടിയ എന്നാലും ഒരു മേലെ എന്താ അട്ടം എന്ന് പറയും, ചൂടൊന്നും ഏൽക്കാതിരിക്കാൻ. അങ്ങനെ അവർ വന്ന് അവർക്ക് അവളുടെ ഭക്ഷണമെല്ലാം കൊടുത്ത് വീട്ടുകാർ അവർ പോയി. ഞാൻ നേരെ അട്ടത്ത് കയറിയിരുന്നു. അട്ടത്ത് കയറി അവിടെ ഇരുന്നു. അട്ടത്ത് കയറി അവിടെ ഇരുന്നിട്ട് എന്താ പണി, ഗുരുവേയും കണ്ടും കൊണ്ടേ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു ഋഷീശ്വരൻ തപസ് ചെയ്യുകയാണെങ്കിൽ ആരും ഇല്ലാത്ത ഏകാന്തമായ ഒരു സ്ഥലത്ത് ചെന്നിട്ട്, ശ്രദ്ധ എങ്ങോട്ടും പോകാൻ പറ്റാത്ത സ്ഥലത്ത് ചെന്നിട്ട് അദ്ദേഹം തപസ്സിൽ മുഴുകും. തപസ്സിൽ മുഴുകുമ്പോൾ എന്ത് കണ്ടുകൊണ്ടായിരിക്കുന്നു? ഞാൻ അടിസ്ഥാനം ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക വിഷയം. എന്ത് കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം ഋഷി തപസ് ചെയ്യുന്നത്? തൻ്റെ ഗുരുവായി കണ്ടുകൊണ്ടിരിക്കുക. ആ ഗുരുവാണ് ദൈവം, ഈശ്വരൻ, അള്ളാഹ്. ആ ഗുരുവെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം തപസ്. എല്ലാം മറന്ന് ഒന്നുമില്ല, ഞാനുമില്ല, ഈ പ്രപഞ്ചമില്ല, ഒന്നുമില്ല, ഗുരു മാത്രം. അങ്ങനെ താനില്ലാതായ ഗുരുവായി മാറുകയാണ്, ഗുരുവായി പരിണമിക്കുകയാണ്. അതിന് വേറെന്താ വാക്ക് പറയുക? ഭാഷ അറിയാത്തതുകൊണ്ട് വിദ്യാഭ്യാസം. ഭാഷ നിങ്ങൾ എന്നെ സഹായിക്കണം കേട്ടോ, ഇനി എന്താ പറയാമെന്നുള്ളത്. അപ്പോൾ ഗുരുവായി പരിണമിക്കുകയാണ് ഭാഷ. ഇതിനാണ് ഇതാ തപസ്. അല്ല വെറുതെ ഒരു സ്ഥലത്ത് ഇതാക്കല്ല, ഒരു അടിസ്ഥാനം വെള്ളം പോകാൻ. അങ്ങനെ ഗുരുവായി പരിണമിക്കുക. അങ്ങനെ ഞാൻ എൻ്റെ ഏകാന്തവാസ ഗുഹയിലോ അല്ലെങ്കിൽ കാട്ടിലോ ഹിമാലയോ എന്തും പറയാം. എൻ്റെ ഹിമാലയം ഇത് ഈ വീട്ടിൻ്റെ മുകൾ ഭാഗമാണ്. എൻ്റെ ഇറാ ഗുഹ ഈ വീട്ടിൻ്റെ മുകൾ ഭാഗത്താണ്. അങ്ങനെ ഈ വീട്ടിൻ്റെ എവിടെയായാലും നമ്മൾ ഏകാന്തതയിൽ ചെന്നിട്ട് ആ ഗുരുവേയും കണ്ടുകൊണ്ട് അതിൽ മുഴുകി ഞാനില്ലാതായി അങ്ങനെ പോകുമ്പോൾ എന്നെ മറന്ന് പിന്നെ ഗുരുവായി മാറും ഞാൻ. ഇതിനാണ് തപസ് ചെയ്യുന്നത്. അതാണ് എൻ്റെ അനുഭവം. എൻ്റെ തപസ്സിൽ നിന്ന് ഞാൻ ആ ഗുരുവായി പരിണമിക്കണം. അങ്ങനെ മുന്നേറുമ്പോൾ ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹി ഇറാ ഗുഹയിൽ നിന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ ഖലഖ് എന്ന് ജിബ്രീൽ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദിനെ എഴുത്തും വായന അറിയില്ല, പറയാൻ അറിയില്ല, കഴിയില്ല എന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറഞ്ഞു. ഞാൻ പറഞ്ഞതൊന്നുമല്ല. മുഹമ്മദിനോട് ഇഖ്റ നീ വായിക്കുക എന്ന് പറഞ്ഞാൽ വായിക്കുന്നതിനെ അറിയാനല്ലേ? നീ വായിച്ചറിയുക. എന്താ അറിയണ്ടേ? ഇഖ്റ നീ വായിച്ചറിയുക. ബിസ്മി റബ്ബിക്കല്ലദി, ആ ബിസ്മി റബ്ബിൽ നിന്നുള്ള, റബ്ബിക്കല്ലദി ഖലഖൽ ഇൻസാന. ഖലക്കൽ എന്ന് പറഞ്ഞാൽ മാംസപിണ്ഡത്തിൽ നിന്ന്, മണ്ണിൽ നിന്നും മാംസപിണ്ഡത്തിൽ നിന്നും ദൃശ്യമായ ഇൻസാൻ അറിയാനാണ് പറഞ്ഞത്. അതാണ് തൻ്റെ ഗുരുവും താനും എന്ന് മുഹമ്മദ് പല ഘട്ടങ്ങളായി നോക്കി വായിച്ച് മനസ്സിലായില്ല. വീണ്ടും വായിച്ച് ശ്രദ്ധിച്ച് മുഹമ്മദിനെ അറിഞ്ഞു. ഞാൻ അല്ലാഹുവാണെന്ന് മുഹമ്മദിന് മനസ്സിലായി. അതാണ് അന്ന മുഹമ്മദ് റസൂൽ അള്ളാഹ് എന്ന് പറഞ്ഞു. മുഹമ്മദ് ആരാ? അള്ളാഹുവാണ്. മനുഷ്യതലത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ തലത്തിലേക്ക് മാറി. ഇറാ ഗുഹയിൽ നിന്ന് അന്ന മുഹമ്മദ് റസൂൽ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഞാൻ അള്ളാഹുവാണെന്ന് കണ്ടപ്പോൾ, അറിഞ്ഞപ്പോൾ, ബോധോദയം സിദ്ധിച്ചപ്പോൾ മുഹമ്മദ് പരിഭ്രാന്തി പൂണ്ട്. മനുഷ്യതലത്തിൽ നിന്ന് ഞാൻ അള്ളാഹു എന്ന തലത്തിലേക്ക് മാറിയപ്പോൾ പരിഭ്രാന്തനായി, പരിഭ്രാന്തി പൂണ്ട് മുഹമ്മദ് ഇറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടി. എവിടേക്ക്? തൻ്റെ വീട്ടിലേക്ക്, പ്രിയതമയുടെ ഖദീജയുടെ ഇറങ്ങി ഓടി
ഖദീജ ജമ്മിലൂനി അല്ലേ, ജമ്മിലൂനി, എന്നെ പുതപ്പിച്ചു തരൂ, പുതപ്പിട്ട് മൂട് പുതപ്പിച്ചു തരൂ എന്ന് പറഞ്ഞു. മുഹമ്മദിനെ വിറക്കുന്നുണ്ട്. അങ്ങനെ ഖദീജ എന്ത് പറ്റി പ്രിയതമയെന്ന് പറയാ, ഭയങ്കര വിഭ്രാന്തി പൂണ്ട്. അങ്ങനെ ഖദീജയും എല്ലാവരും വിഷമിച്ചു. മുഹമ്മദിന് എന്ത് പറ്റി? മുഹമ്മദ് ദൈവികമായ ആ ദർശനത്തിൽ എന്താണ് അതിന് ബോധോദയം സിദ്ധിച്ച് ദൈവസാക്ഷാത്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെയാണ് മുഹമ്മദ് ഞാൻ എൻ്റെ ഇറാഖോയിൽ നിന്ന് ബിസ്മില്ലാഹിയെ കണ്ടെടുത്ത് എവിടെയാണ് ഞാൻ ഗുരുവെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഗുരുമുഖത്തിലാണ് ബിസ്മില്ലാഹി, അള്ളാഹുവാണുണ്ട്. ഇത് ഗുരു അള്ളാഹുവാണ്. ഈ ബഷീറും സമയം വലിയും കയ്യിലുമായ ഈ നെറ്റിത്തടം ഭായാണ് അറബിയസത്തിൽ. ഇത് മീമ സീനാണ്, സീനും മീമ സീനാണ്. ബിസ് മീമ് എന്ന് പറഞ്ഞാൽ പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്നത്. ബിസ്മി ലാഹി, അള്ളാഹുവാണ് എന്ന് ഞാൻ എൻ്റെ ഗുരുമുഖത്തിൽ നിന്ന് ഗുരുവിലൂടെ ബിസ്മില്ലാഹിയെ കണ്ടെടുത്തു. ഞാൻ ലോകത്തോട് ബിസ്മില്ലാഹിയാണ് ഞാൻ. ബിസ്മി എന്ന് പറഞ്ഞാൽ ഈ സ്വരൂപവും, ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു, അള്ളാഹു. അപ്പം ഞാൻ ബിസ്മില്ലാഹിയാണെന്ന് ഞാൻ വിളിച്ചു പറയുകയും വീഡിയോ ഉണ്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കുന്ന കുട്ടികൾ, അതാണ് വീഡിയോ വിടുന്നതൊക്കെ. അപ്പോൾ ബിസ്മില്ലാഹിയാണ് ഞാൻ എന്ന് പറയുകയും ആ ബിസ്മില്ലാഹിൻ്റെ പൂർണ്ണത. അപ്പോൾ ബിസ്മില്ലാഹിയാണ് ഗുരു, എൻ്റെ ഗുരു. ആ ബിസ്മില്ലാഹിയാണ് അബ്രഹാം, കഅബ ശരീഫിൽ അബ്രഹാം. ആ ബിസ്മില്ലാഹിയാണ് മുഹമ്മദ്. ആ ബിസ്മില്ലാഹിയാണ് ഞാൻ. ആ ബിസ്മില്ലാഹിയാണ് ഭൂമിയിലെ സകലരും സകലമാണ്. ആ ബിസ്മില്ലാഹി അല്ലാതെ, ആ അള്ളാഹു അല്ലാതെ ഇവിടെ ഒരു മനുഷ്യനുമില്ല. അപ്പം ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാർസി, ആ മതം ഈ മതം, ആ ജാതി ഈ ജാതി, എവിടെ ആ ബിസ്മില്ലാഹി അല്ലാതെ, അള്ളാഹു അല്ലാതെ? അതാണ് നമുക്ക് ഭാരത ദർശനത്തിലൂടെ കാണാനും കേൾക്കാനും ഉപനിഷത്തും ഗീതയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ദൈവികമായി ഒരാൾ തീരുമ്പോൾ പിന്നെ അവന് ജാതി മതം വർഗവുമില്ല. പിന്നെ പ്രപഞ്ച യാഥാർത്ഥ്യത്തിലേക്ക് ചെല്ലും. അവന് എല്ലാ മതഗ്രന്ഥങ്ങളിലും നോക്കിയാൽ അവനെ കാണാം, അവനാണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയല്ല, നമുക്ക് ഇനിയും പോകാനുണ്ട് വിഷയത്തിലേക്ക്, എന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ ഇത് ഞാൻ പഠിച്ചെടുത്തതോ വായിച്ചെടുത്തതോ കേട്ട് പഠിച്ചതോ അല്ല പറയുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ആദ്യം മുതൽ അനുഭവം അതുപോലെ ഓർത്തെടുത്ത് പറയാം. അപ്പോൾ വേറെ വിഷയം വരുമ്പോൾ അവിടെ കട്ടാവും. അതങ്ങനെ ഒഴുകിപ്പോട്ടെ അനുഭവം. അല്ല പഠിച്ചെടുത്തതും മറ്റും ആണെങ്കിലല്ലേ പറയാൻ ബുദ്ധിമുട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ കാലത്തേക്ക് ചെന്ന് അതങ്ങനെ ഓർത്തെടുത്തിട്ട് അതിലൂടെ പോവാം. അപ്പോൾ പിന്നെ എൻ്റെ ഇറാഖോയിൽ നിന്ന് ഞാൻ ആ പ്രകാശമാണല്ലോ, ഞാൻ ആ പ്രകാശമാണ്, ജ്യോതിയാണ് ഞാൻ. ആ ജ്യോതിയായ ഞാൻ, ജ്യോതി എന്ന് പറയുമ്പോൾ ജ്വാലക്കാണുള്ള ജ്യോതി എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇത് ചോദിച്ചത്. ആ ജ്യോതിയിലെ ഭാഗമാണ് നമ്മളെല്ലാം ജ്യോതിയാണ്. ആ ജ്യോതി, അതാണ് ഞാൻ പറയുന്ന ഓംകാരം. അതാണ് മുസ്ലിമുകൾ പറയുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അല്ലാഹു എന്ന്. സൂറത്ത് ഇത് എല്ലാവരും കാണുന്നതാണല്ലോ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണല്ലോ എന്താണ്. സൂറത്ത് 24-35 വചനത്തിൽ പറയുന്നു ഖുർആൻ, അല്ലാഹു നൂർ സമാവാത്തി വല്ലർദി എന്ന്. അതിൻ്റെ അർത്ഥം ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അല്ലാഹു. അപ്പോൾ വരുന്നവരോട് ഞാൻ ചോദിക്കും, മോനെ ഇങ്ങനെയാണ് മുസ്ലിമുകളോട്, അവർക്ക് അള്ളാഹുവിനെ വരില്ല. നമ്മുടെ ഭാരത ദർശനത്തിൻ്റെ ആളുകൾക്ക് കുറേയൊക്കെ അറിയാം ഈശ്വരനെ, ഇവർക്ക് തീരെ അറിയില്ല മുസ്ലിമുകൾ. കാണാനും അറിയാനും കഴിയില്ല എന്ന് പറയും.
മുഹമ്മദ് ഒരു മനുഷ്യനുമാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവരെൻ്റെ മുന്നിൽ വന്ന് ഞാൻ അവർക്ക് ദർശനത്തിലേക്ക് കൊണ്ടുപോവുകയും അതുപോലെ നമ്മളെ ഭാരത ദർശനത്തിൽ ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആളുകൾ ആ ഋഷീശ്വരന്മാർ പറഞ്ഞ ഗ്രന്ഥത്തിലൂടെ പറഞ്ഞ് അത് പഠിച്ച് ഓർത്തെടുത്ത് ആ മറ്റേ ഇതുണ്ടല്ലോ ദിനചര്യകളും അല്ലെങ്കിൽ സംസ്കാരവും അതുപോലെ ചെയ്യാന്നല്ലാതെ ഇപ്പോൾ എല്ലാവരും കൈകൂപ്പി വന്നിരിക്കുന്നു, കൽക്കൽ വീണ് നമസ്കരിക്കുന്നു. ഇതൊരു ആചാരമായിട്ടാണ് കൊണ്ടു കിടക്കുന്നത്. പക്ഷെ ആചാരമല്ല, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ട് വേണം കൈകൂപ്പി വന്നിരിക്കാനും കൽക്കൽ വീണ് നമസ്കരിക്കാനും. ഈശ്വരനെയാണ് ചെയ്യേണ്ടത്. അവർ ഈശ്വരനെ കാണുന്നില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭാരത ദർശനമാണ് ശരി, അതാണ് വേണ്ടത്. അത് ലോകത്തിൻ്റേതാണ്. ഖുറാനും മറ്റുള്ള ദൈവികമായി വന്നവരൊക്കെ ഈ ഒന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ രണ്ടെണ്ണമല്ല. ആകാശഭൂമികളുടെ പ്രകാശമല്ലാതെ വേറെ മുസ്ലിമുകൾക്ക് വേറെ പ്രകാശമില്ല, ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, പാർസികൾക്കോ ആർക്കും വേറെ പ്രകാശമില്ല. ആ ഒറ്റ പ്രകാശമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ആകാശഭൂമി പ്രകാശമായ അള്ളാഹുവാണ്, ജ്യോതിയാണ്. അതാണ് ഓംകാരം. അതാണ് കൃഷ്ണനും രാമനും ബുദ്ധനും മുഹമ്മദും എല്ലാം കാണിക്കുന്ന പ്രകാശം. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി. അതിൽ നിന്നാണ്, ആ പ്രകാശമാണ് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച്. ഞാൻ എവിടെ പറഞ്ഞു വന്നത് ഇപ്പം വിട്ടുപോയി. ആവർത്തനം ഉണ്ടാവും പലപ്പോഴും. കാരണം ശിവാരി സംസ്കാരത്തിൽ ആ പ്രകാശമായ ഞാൻ, പ്രകാശമുള്ള ഞാൻ, ആ പ്രകാശമായ ഞാൻ, ജ്യോതിയുടെ കാഠിന്യത്താൽ നല്ല ചൂടുണ്ടാവും. കഠിനമായ ജ്യോതി നല്ല ചൂടായിരിക്കുമല്ലോ. ആ ചൂടിൻ്റെ കാഠിന്യം, മർത്തം ഉണ്ടാവുന്ന ചൂടിൽ നിന്നാണ്. മർത്തം തള്ളൽ വികസിച്ച് വ്യാപിച്ച് ആ പ്രകാശമാണ്, ജ്യോതിയാണ്. അല്ലെങ്കിൽ ഇനി വേറെ ഭാഷ വേറെ പറയാനുണ്ടല്ലോ, ചൈതന്യം. നോക്കുന്നതല്ല, ആത്മാവിനെ പറയും. എന്താണ്? അഗ്നി. അതാണ് നമുക്ക് ഉദയത്തിലും അസ്തമയത്തിലും കാണാം അഗ്നിയെ. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പ്രകാശം എന്നായി പറയുന്നത്. അഗ്നി ആ പ്രകാശം തൻ്റെ പ്രകാശം, ആ ജ്യോതി തൻ്റെ ആ ചൂട്, മർത്തം തള്ളി വികസിച്ച് വ്യാപിച്ച് പ്രകാശം, തീ, ചൂട്, വായു, വെള്ളം എല്ലാ വാതകങ്ങളായി വ്യാപിച്ചുകൊണ്ട്, ഇതിന് അറബിയിൽ പറയും നൂറ്, നാറ്, ഹവ, മാവ് എന്നൊക്കെ. ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് പ്രകാശം, തീ, ചൂട്, വായു, വെള്ളം എല്ലാ വാതകങ്ങളായി വ്യാപിച്ചോ ഇരിക്കുന്ന ആ പ്രകാശത്തിലേക്ക്, ആ പ്രകാശ രൂപാന്തരത്തിലേക്ക് ആ പ്രകാശം കൊണ്ട്, ജ്യോതിയുടെ ചൂട്, ആ പ്രകാശം കൊണ്ട്, ചൂട് കൊണ്ട് ഏതുപോലെ എന്ന് പറയുമ്പോൾ, ഒരു പക്ഷിയുടെ മുട്ട, കോഴിയുടെ മുട്ട ദ്രാവകമായിരിക്കും. ആ ദ്രാവകത്തിലേക്ക് ആ കോഴി തന്നെ പക്ഷി തൻ്റെ ചൂടേൽപ്പിച്ച് ആ ദ്രാവകം വറ്റി, ചൂടേറ്റ് ദ്രാവകം വറ്റി ആ രൂപപ്പെട്ടു വരുന്ന പോലെ, കുഞ്ഞായി രൂപപ്പെട്ടു വരുന്നത്. ഈ വാതകങ്ങളിലേക്കെല്ലാം പ്രകാശം ചൂടേൽപ്പിച്ച് സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റ് ഗോള അവയവങ്ങളെല്ലാം ചേർന്ന് ശരീരമുള്ള പോലെ ഒരു സ്വരൂപം, ദൈവം, അദൃശ്യനായ പരമാത്മാവായ ദൈവം ആ പ്രകാശമായും ജ്യോതിയായും നൂറുള്ളയായും, അറബിയിലും പിന്നെ നൂറുള്ള, ജ്യോതി, ഓംകാരം എന്നൊക്കെ പറഞ്ഞു അനുസരിച്ച് വികസിച്ച് വ്യാപിച്ച് പ്രകാശം, തീ, ചൂട്, വായു, വെള്ളം മറ്റു വാതകങ്ങളെല്ലാമായി വ്യാപിച്ചു കൊണ്ട് അതിൽ ആ പ്രകാശ ചൂടേറ്റ് ഒരു മുട്ട
ജലാംശം വറ്റി അവയവങ്ങളായി രൂപപ്പെടുന്ന പോലെ കുഞ്ഞായിത്തീരുന്ന പോലെ സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റു ഗോള അവയവങ്ങളെല്ലാം ചേർന്ന ഒരു ശരീരം എന്ന പോലെ ആ അദൃശ്യനായ ദൈവം പ്രകാശത്തിലൂടെ ദൈവസ്വരൂപമായി രൂപപ്പെട്ടു. അതിനെയാണ് അർദ്ധനാരീശ്വരനായ ശിവം എന്ന് പറഞ്ഞത്. ഇവിടെ ഞാൻ പല എന്താന്ന് ചോദിച്ചത് പോലെ ചോദിച്ചു, എന്താ ശിവബോധം? അവരെല്ലാം പറഞ്ഞു അതൊരു സങ്കല്പമാണ്. ഞാൻ അല്ല, യാഥാർത്ഥമാണ്. ശിവം യാഥാർത്ഥമാണ്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ കാണിക്കാം. ഞാൻ പറയലല്ല, കരുത്ത് കൊടുക്കലല്ല. ഞാൻ കണ്ടറിഞ്ഞ് അനുഭവിച്ചു വന്നാൽ എൻ്റെ പണി എന്താ? ആ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതും അതുപോലെ മറ്റുള്ളവർക്ക് കാണിച്ചും അറിയിച്ചും രൂപാന്തരപ്പെടുത്തി ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് എൻ്റെ പണി. ഇവിടെ വാക്കുകളോ വചനങ്ങളോ അർത്ഥങ്ങളോ ഇല്ല, ബോധ്യമാവാക്കണ്ട. അങ്ങനെ അദൃശ്യനായ പരമാത്മാവായി ഞാൻ ആ ജ്യോതിയായി, നൂറുള്ളയായി, പ്രകാശമായി, ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് അതിനെ പറയാൻ ഒരു വിത്ത് എന്ന് പറയാം. ഒരു വിത്ത് മുളച്ച ബടവൃക്ഷമുണ്ടാവും. അതുപോലെ നമ്മളൊരു ബീജത്തിൽ നിന്ന് നമ്മൾ ഈ രൂപം പെട്ടത്, അതെല്ലാം ഒരു വിത്തിൽ നിന്നെല്ലാം ഉണ്ടാവും. എന്ന പോലെ അദൃശ്യനായ ചൈതന്യം, ഊർജം, ആത്മാവും എന്നൊക്കെ പറയുന്ന ആ രൂപമോ ഭാവമോ ഇല്ലാത്ത ആ അവസ്ഥയിൽ നിന്ന് ചൈതന്യം, ആത്മാവ് തൻ്റെ വിശേഷങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമായി ദൃശ്യമായി ആദിയിൽ. അതിനാണ് ജ്യോതി എന്നും നൂറുള്ള എന്നും പ്രകാശം എന്നൊക്കെ പറഞ്ഞു. അത് ഏതിൽ നിന്ന് രൂപപ്പെട്ട്? ചൈതന്യത്തിൽ നിന്ന്, ദൃശ്യനായ ആത്മാവിൽ നിന്ന്. ആ ആത്മാവിൽ നിന്നും ആ ആത്മാവായ ഈശ്വരൻ്റെ, അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമായി ദൃശ്യമായി ആദി. അതാണ് ആ പ്രകാശം, നൂറുള്ള ജ്യോതി, ഓംകാരം. ആ പ്രകാശത്തിനെ ഞാനെന്ത് വിളിക്കുന്നത്? ദൈവ മനസ്സെന്ന് പറയും. നമ്മൾ ഇവിടെ നമ്മൾ ഭാരതീയ ദർശനത്തിൽ മനസ്സ് ഇല്ലാതാവണം, മനസ്സില്ലാതാവണം. നിങ്ങളുടെ മനസ്സില്ലെങ്കിൽ നിങ്ങളാരും ഇങ്ങോട്ട് വരില്ലെന്ന്. മനസ്സാണ് ഉദ്ദേശിക്കുന്നത്, അറിയുന്നത്, അറിവ് മനസ്സിലാവുള്ളത്, ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തനം നടക്കുന്നത്, അല്ലേ? അപ്പം മനസ്സാണ് ദൈവ അദൃശ്യനായ പരമാത്മാവായ ഈശ്വരൻ അല്ലാഹു ഇതിൻ്റെ വിശേഷ ഗുണങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് ആദ്യം ദൃശ്യമായത്. അതാ പ്രകാശം. ആ പ്രകാശ മനസ്സ് തൻ്റെ വിശേഷ ഗുണങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി തൻ്റെ വിശേഷ ഗുണം ഉൾക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സ്. ഇപ്പം നമ്മളെ മനസ്സായാലും, ഞാൻ വിഷയം ഇതിലേക്ക് വരാണ്, താളം തെറ്റിയൊന്നറിയില്ല, എടുത്തെടുത്ത് മോനും വേണമെങ്കിൽ വേറെ ഭാഗത്ത് കിട്ടോളി. ഈ നമ്മളുണ്ടായിരുന്നു പിതാവിൻ്റെ ആ മനസ്സാണ് ബീജമായി മാതാവിൻ്റെ ഗർഭത്തിൽ ചെല്ലുന്നത്. മാതാവിൻ്റെ ഗർഭത്തിൽ ചെന്ന് ആ മനസ്സിൽ എന്താ ഉള്ളത്? പിതാവിൻ്റെ വിശേഷ ഗുണങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങളും ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന വിത്താണ്, പിതാവിൻ്റെ വിത്താണ് മാതാവിൻ്റെ ഗർഭത്തിൽ വന്ന് ആ വിത്ത് മുളച്ച്, ആ വിത്ത് മുളച്ച് മനസ്സ് തൻ്റെ വിശേഷ ഗുണങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടുന്ന ഒരു സ്വരൂപം എടുത്തറിഞ്ഞത് മനസ്സിലുള്ള വിശേഷ ഗുണങ്ങൾ. ആ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ എന്ത് വേണം? ഉപകരണങ്ങൾ വേണം. ആ ഉപകരണത്തെ ആര് സൃഷ്ടിക്കണം? ഉദ്ദേശിച്ച മനസ്സിനെ സൃഷ്ടിക്കണം, അല്ല വേറെ ആളല്ലോ സൃഷ്ടിക്കുക. ആ വിത്താണ് വളർന്ന രൂപമെന്ന്. അപ്പോൾ ആ ദൈവ മനസ്സാണ് പ്രപഞ്ച അർത്ഥനരീശ്വരനായ ശിവസ്വരൂപമായും. അതിനെ അറബിയിൽ അഷ്ഹദു അൻ ലാ ഇലാഹ എന്ന് പറയും. ലാ ഇലാഹ അവർക്കറിയില്ല എന്താന്ന്. അവരെന്തോ അർത്ഥം പറയുന്നുണ്ട്. ഞാൻ ദൈവമല്ലാതെ ഒന്നുമില്ലാതെ വിശ്വസിച്ചു, സാക്ഷ്യം പോയി. അല്ല, ആ ജ്യോതിയെയാണ്, ആദ്യ പ്രകാശം നൂറുള്ളയാണ് അഷ്ഹദ് എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ പറയണം ഇവിടെ. അപ്പം എല്ലാം ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ആ യഥാർത്ഥം അറിയിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാർസി
വിഭാഗങ്ങളില്ല. നമ്മൾ തെറ്റായ ധാരണയും വിശ്വാസങ്ങളുമാണ്. അപ്പോൾ എല്ലാവരും ഈ ഏകമായി തീരണം. നിങ്ങൾക്ക് ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ ഈ സന്ദേശം? ഇത് യാഥാർത്ഥ്യത്തെയാണ് ഞാൻ പറയുന്നത്. പ്രപഞ്ച യാഥാർത്ഥ്യത്തെയാണ് കാണിക്കുന്നത്. ഞാൻ ഗീതയും ഉപനിഷത്തും ഖുറാനും എല്ലാ മതഗ്രന്ഥങ്ങളും രചിച്ച ദൈവദർശകരായ ദൈവികമായി വന്ന അവരെല്ലാവരും ദർശിച്ച് കണ്ടറിഞ്ഞ് അനുഭവിച്ച അത് തന്നെയാണ് ഞാനും കണ്ടറിഞ്ഞ് ഞാൻ ഈ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഗീതയും ഉപനിഷത്തും ആ ഖുറാനും മറ്റ് ഗ്രന്ഥങ്ങളും ദൈവികമായ ഗ്രന്ഥങ്ങൾ തന്നെ ഞാനും കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ഞാനും അതായി. ആ ഖുറാൻ ഞാനാണ്, ആ ഗീത ഞാനാണ്, ആ ഉപനിഷത്തും ഞാനാണ്, ആ കൃഷ്ണൻ ഞാനും തന്നെയാണ്, ആ രാമനും ഞാൻ തന്നെയാണ്. എല്ലാവരും യേശുവും ബുദ്ധനും മുഹമ്മദും നിങ്ങളും ഞാനും എല്ലാം അതാണ്, ഒന്നാണ്. നമ്മൾ വേറെയല്ല. ആ തലത്തിൽ ഇറങ്ങി വന്ന എനിക്കിപ്പം ഏതാ ജാതി, ഏതാ മതം, ഏതാ വിഭാഗം പറഞ്ഞു, പക്ഷെ ഞാനും ഇല്ലല്ലോ മോനെ. ഞാൻ വിഷയം മാറുന്നുണ്ട്. ഞാനും ഇല്ലല്ലോ. ഈ ആത്മാവില്ലെങ്കിൽ ഞാനുണ്ടോ? ആ പെർമിഷൻ, ആ ഗമനവും ചൈതന്യം, ഊർജം, ആത്മാവ് എന്ന് പറഞ്ഞതല്ലേ നിങ്ങളിലും എന്നിലും സ്വസനത്തിലൂടെ പ്രവേശിച്ച് ഇവിടെ നിലനിന്ന് പ്രവർത്തിക്കും. ആത്മാവിൻ്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാനല്ലേ ഈ ശരീരം രൂപം പെടുത്ത ആത്മാവല്ലേ. പിന്നെ നിങ്ങളും ഞാൻ ഇവിടെ ഉണ്ടോ? നമ്മളെല്ലാം ഒന്നല്ലേ. ആ കൃഷ്ണനിലും ഈ ആത്മാവല്ലേ, രാമനിലും മുഹമ്മദിലും യേശുവിലും എല്ലാവരിലും എല്ലാ ദൈവികമായവരിലും ഈ ഏകാത്മാവല്ലേ ഉണ്ടായിരുന്ന, അതില്ലേ എന്നിലും നിങ്ങളിലും. അപ്പോൾ കൃഷ്ണനും രാമനും ബുദ്ധനും മുഹമ്മദും യേശുവും എല്ലാം നിങ്ങളും ഞാനും തന്നെ ആയിരുന്നില്ലേ? എന്നറിഞ്ഞ് അതായത് ശിഷ്യന്മാരിക്കും ഇവിടെ വേറെ ജാതി മത വിഭാഗ വർഗങ്ങളൊന്നുമില്ല, ഏകം. അതാണ് ഉപനിഷത്ത് ഗീതയിൽ പറഞ്ഞു. ഇപ്പം മറുതിയുണ്ട്. ഏകം, ആ പരമാത്മാവായ ഏകമാണ് പ്രകാശമായും സകലമായും ആദ്യം മനുഷ്യനായും വന്നത്. ഏകം സത് വിപ്ര ബഹുദാ വദന്തി. അതല്ലേ ഗീതയും ഉപനിഷത്തും നമ്മൾ പറഞ്ഞു. അത് തന്നെ മുഹമ്മദ് തന്നെ മുഹമ്മദ് അറിഞ്ഞുറപ്പിക്കാൻ പറയും. അപ്പം ദൈവത്തെ അറിഞ്ഞുറപ്പിച്ചു എന്ന് പറഞ്ഞു. ഇവർക്ക് ആ ഷഹാദത്ത് കലിമ അറിയില്ല, ആ ഫാത്തിഹ അറിയില്ല. ഞാൻ കാണിച്ചു കൊടുക്കാം, ആ ദൈവ യാഥാർത്ഥ്യത്തിൽ കൊണ്ടെത്തിക്കാം. അപ്പം എന്നിട്ട് ഏകം സത് വിപ്ര ബഹുദാ വദന്തി, ആ ഒന്നാണ് സകലമാനും മനുഷ്യനുമായി ദൃശ്യമായിട്ടുള്ളത്. പിന്നെ ഇവിടെ ജാതി മത വിഭാഗ വർഗങ്ങൾ അവരെ പറ്റൂല, അവര് മറ്റേ ക്രിസ്ത്യാനിയാണ്, അവൻ താഴ്ന്ന ജാതിയാണ്, അവൻ ജർമ്മനാണ്, അവൻ പറയാനാണ്, അവൻ മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ ഭാരത ദർശകനായിരിക്കില്ല. ഞാൻ അജ്ഞനും അന്ധകാരനും ആയിരിക്കും. ഞാൻ വെറുതെ വേഷം കെട്ടിയുണ്ടെന്ന കാര്യം, കാവ്യം എന്താ കെട്ടിയുണ്ട്. ഞാൻ യഥാർത്ഥ ദർശകനെ അത് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ ദർശകനെ അറിഞ്ഞേ പറ്റൂ. നിങ്ങൾ ഗ്രന്ഥം കൊണ്ട് ഗ്രന്ഥത്തിൽ നിന്ന് അർത്ഥം പറഞ്ഞ്, മുസ്ലിം ആയാലും എല്ലാ മതങ്ങളും ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ച്, ദർശകം ഇല്ലാത്തവൻ വായിച്ച് അവൻ്റെ ബുദ്ധി കൊണ്ട് അവൻ ആലോചിച്ച് അതിന് അർത്ഥം നൽകുക, ഒരു ഉപമ നൽകുക, എന്നിട്ട് അത് പ്രചരിപ്പിച്ചതിന് പിന്നാലെ ആളുകളും വരും. യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടു. ഇതാണ് എല്ലാ മതങ്ങളുടെ അവസ്ഥ. എന്നിട്ട് ഞാൻ ഇവിടെ ഭാരതീയമാണ്, ആർഷ ഭാരത സംസ്കാരത്തിൻ്റെ ആളാണ്, ഞാൻ മുസ്ലിമാണ്, ഹിന്ദു ആണ്, ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. നീ ദൈവമാവണം. നീ ഒരു മതമല്ല വേണ്ടത്, നീ മനുഷ്യനല്ല വേണ്ടത്, നീ പ്രപഞ്ച യാഥാർത്ഥ്യമായിരിക്കും. നേരത്തെ ഇവിടെ നമ്മളിങ്ങോട്ട് വഴിമാറി വന്നത് ആത്മാവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. ആത്മാവാണ്, ഏകാത്മാവാണ് പ്രപഞ്ചത്തിൻ്റെ. ആ സൂര്യൻ പ്രകാശിക്കുന്നത്, എവിടെ സൂര്യൻ, എവിടെ ജ്യോതി, എവിടെ ഓംകാരം, എവിടെ നൂറുള്ള ഒന്നുമില്ല. ആ ഏക ആത്മാവാണ് തൻ്റെ വിശേഷങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശമായി ദൃശ്യമായത് ആദ്യം. അതിനെ നമ്മൾ സൂര്യന്, ചന്ദ്രന്, സൂര്യന്, പിന്നെന്താണ് ശംസ്, എല്ലാ മതങ്ങളും പ്രകാശം എന്നൊക്കെ പറയുന്നത് ആ ഏക ജ്യോതിയ. ആ പരമാത്മാവില്ലെങ്കിൽ ആ പ്രകാശമുണ്ടോ? ആ പരമാത്മാവിൽ പ്രവേശിച്ചില്ലേ നിങ്ങളും ഞാനുമില്ല, മരിച്ചു. എന്ന പോലെ
പരമാത്മാവാണ് സകല മാനും സൂര്യനും ചന്ദ്രനും ഭൂമിയും മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം ദൃശ്യമായ പരമാത്മാവ് ഈശ്വരനാണ്. അപ്പം ഈശ്വരനല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഈശ്വരൻ്റെ ദൃശ്യതയാണ് എല്ലാം. ആ മനസ്സിലൂടെ, മനസ്സിലൂടെ, ജ്യോതിയിലൂടെ ദൃശ്യമായതെല്ലാം ഈശ്വര സ്വരൂപമാണ്. അപ്പം എല്ലാ ഗോളാവയങ്ങളും ചേർന്ന ശരീരമായ അർത്ഥനരീശ്വരന ശിവസ്വരൂപമാണ്. ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് പ്രകാശം തീ ചൂട് വായു വെള്ളം എല്ലാ വാദങ്ങളെയും വ്യാപിച്ച് അർദ്ധനാരീശ്വരനായ ശിവസ്വരൂപമായി. ആ ശിവസ്വരൂപത്തെയാണ് നമ്മൾ മുസ്ലിമുകൾ ലാ ഇലാഹ എന്നുള്ള ഈ ശിവസ്വരൂപത്തെയാണ്, അർദ്ധനാരീശ്വരനായ ശിവനെയാണ് ലാ ഇലാഹ എന്ന് പറഞ്ഞത്. അപ്പം ലാ ഇലാഹയും ശിവനും ഒന്ന് തന്നെയാണ്. അതിനെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് പ്രപഞ്ചമാണ്. അപ്പം പ്രപഞ്ചം ലാ ഇലാഹും ശിവനും അർദ്ധനാരീശ്വരനും ശിവനും ഏകമാണ്. അപ്പം എങ്ങനെ അർദ്ധനാരീശ്വരനായ ശിവൻ? അർദ്ധനാരി, അർത്ഥ എന്ന് പറഞ്ഞാൽ പാതി, അർദ്ധനാരി പാതി സ്ത്രീ, വിത്തിട്ട മുളക്കുന്ന ഗർഭമാണ് സ്ത്രീ, ആ ഗർഭത്തെ വഹിക്കുന്ന സ്ത്രീ. അതുകൊണ്ടാണ് സ്ത്രീ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരു സ്ത്രീയെ സ്വന്തമാക്കിയിട്ട് അതിലേക്ക് ബീജം നിക്ഷേപിച്ച് മുളപ്പിച്ചെടുത്ത് കുഞ്ഞുങ്ങളാക്കും. അപ്പോൾ ഗർഭത്തെ വഹിക്കുന്നവളെ നമ്മൾ സ്ത്രീ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഭൂമി വിത്തിട്ട് മുളക്കുന്ന ഗർഭമാണ് ഭൂമി. എല്ലാത്തിനും ജന്മം നൽകുന്ന ഈ നാരിയ, ഗർഭമായ നാരിയ ഭൂമിയാണ് മറ്റേ സസ്യങ്ങൾ, ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾക്ക് ജന്മം നൽകുന്ന പക്ഷിജന്തു മൃഗാദികളും മനുഷ്യരെല്ലാം മണ്ണിൽ നിന്ന്, ഭൂമിയിൽ നിന്നാണ് ദൃശ്യമാത്. അപ്പോൾ ഇതിനെല്ലാം ജന്മം നൽകിയ ഭൂമി മാതാവാണ്. അതാണ് അർത്ഥനാരി. ഈ ഭൂമി മാതാവിനും സന്താന പരമ്പരകൾക്കും സസ്യങ്ങൾക്കും പക്ഷിജന്തു മൃഗാദികൾക്കും മനുഷ്യനും ഭൂമി മാതാവിൻ്റെ സന്താന പരമ്പരകൾക്കും ഭൂമി മാതാവിനും ജീവജലം നൽകുന്ന ജീവജലവും ഭക്ഷ്യവസ്തുക്കളും ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകി പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്ന പിതാവുണ്ട്. ആ പിതാവിനൊന്ന് കാണിച്ചിരുക. ഭൂമിയെ കണ്ട് മനസ്സിലായത് ഓക്കെ, നമുക്ക് വിശ്വാസമാണ്, ഭൂമിയാണ് മാതാവാണ്. ഇനി പിതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ ഈ സമൂഹത്തിന്, ജനതക്ക്? മറ്റേ ഇവിടെയുള്ള സ്വാമിമാർക്കോ മുസ്ലിം പണ്ഡിതന്മാർക്കോ ക്രിസ്ത്യൻ പാതിരിമാർക്കോ ആർക്കെങ്കിലും ഈ പിതാവിനെ കാണിക്കാൻ കഴിയുമോ? അപ്പം ആ പ്രകാശമാണ് പിതാവ്. പ്രകാശത്തിൽ നിന്നാണ് സകലമാനം ഉണ്ടായത്. ആ പ്രകാശം തന്നെയാണ്, പ്രകാശം പ്രസരിച്ച് വികസിച്ച് പ്രകാശം തീ ചൂട് വായു വെള്ളം എല്ലാ വാദങ്ങളെയും വ്യാപിച്ചു വന്നത് ഏതിനാണ്? ആ പ്രകാശത്തിൽ നിന്നാണ്. ആ പ്രകാശമാണ് നമുക്ക് ജീവജലം നൽകിയത്. ആ പ്രകാശം തന്നെയാണ് ഭൂമിയിലുള്ള കടലിൽ നിന്നും എല്ലാ ജലാശയത്തിൽ നിന്നും ആ പ്രകാശം ഏറ്റ് ആ പ്രകാശം നീരാവിയാക്കി മേലോട്ട് കൊണ്ടുപോയി മേഘങ്ങളാക്കി. ആ മേഘങ്ങൾ മഴയും മലമുകളിലൂടെ അരുവികളും തോടുകളും പുഴകളുമായി ഭൂമി മുഴുവനും ആ ജലത്തെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് ആ പ്രകാശം മേഘങ്ങളിലൂടെയാണ്. ആ പ്രകാശമാണ് ജീവജലം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി ദേവിക്കും ഭൂമി മാതാവിനും ഇപ്പം മാതാവായി മാറി, കാരണം ജന്മം നൽകിയ ഭൂമി മാതാവിനും സന്താന പരമ്പരകൾക്കും ജീവജലം നൽകുന്ന പ്രകാശമാണ്. ഇനി ഭക്ഷ്യവസ്തുക്കൾ നൽകുന്ന എങ്ങനെയാണ്? ഭക്ഷണം ആ പ്രകാശമാണ്. സസ്യങ്ങളിൽ പ്രകാശ കിരണങ്ങളേൽപ്പിച്ച് ചൂടേൽപ്പിച്ച് സസ്യങ്ങളിലെ ജലാംശത്തെ വലിച്ചെടുത്ത് താഴെയുള്ള ജലാംശം മേലോട്ട് വലിച്ചെടുത്ത് അങ്ങനെ വേരിലൂടെ മൺപശപ്പും ജീവജലവും മൺപശപ്പും ചേർന്ന് ആ വേരിലൂടെ വലിച്ചെടുത്ത് ഇലയും തണ്ടും തടിയും ആയി വളർന്ന് വലുതായി പൂവും കായകളും പഴങ്ങളുമായി മാറ്റുന്ന
ആ പ്രകാശമാണ്, ജ്യോതിയാണ്, നൂറുള്ളയാണ്, ആ പിതാവാണ്. അങ്ങനെ ജീവജലവും ഭക്ഷ്യവസ്തുക്കളും അതിലൂടെ സസ്യങ്ങളിലൂടെ ഓക്സിജനും ആവശ്യമായതെല്ലാം നൽകി പരിപാലിച്ച് സംരക്ഷിച്ച് പോരുന്ന ആ പിതാവ്, ആ പിതാവിനെ കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ. മാതാവോടൊപ്പം ഞാൻ ആ പിതാവിനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ആ പ്രകാശമായ പിതാവും ഈ മാതാവും, അതാണ് അർദ്ധനാരീശ്വരനായ ശിവം. പ്രകാശം ഭൂമി, സൂര്യനും ഭൂമിയും മറ്റ് പല അവയവങ്ങളും ചേർന്ന കൂട്ടായതല്ലേ നമ്മുടെ ശരീരം. എന്ന പോലെ സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റ് അവയവങ്ങളെല്ലാം ചേർന്ന് ഒരു ശരീരം എന്ന പോലെയാണ് അർദ്ധനാരീശ്വരനായ ശിവനും ലാ ഇലാഹവും. പിന്നെ ശാസ്ത്രം പറയുന്ന പ്രപഞ്ചം ചേർത്തി പറയണോ? പ്രപഞ്ചവും ആളുകൾ അറിയട്ടെ, കാണട്ടെ. പ്രപഞ്ചവും ഒരു ശരീരം എന്ന പോലെയാണ്, ശിവസ്വരൂപമാണ്. എന്നിട്ട് ആ ശിവനും അർദ്ധനാരീശ്വരനായ ശിവനും ഇത് സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. കണ്ടാൽ, അല്ലെങ്കിൽ സങ്കല്പമാണ്, ഊഹമാണ്, സങ്കല്പമാണ്. അപ്പം ഈ ശിവനും ലാ ഇലാഹും പ്രപഞ്ചവും എന്ന അദൃശ്യനായ പരമാത്മാവായ ഞാനാണ് ആ പ്രകാശമായും പ്രകാശത്തിലൂടെ പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അർദ്ധനാരീശ്വരനായ ശിവനും ലാ ഇലാഹുമായി ദൃശ്യമായിരിക്കുന്നത്. എൻ്റെ ആ സ്വരൂപത്തിൻ്റെ ഉള്ളിലെ വിത്തിട്ട മുളക്കുന്ന ഗർഭമായ ഭൂമിയിലേക്ക് എൻ്റെ ആ പ്രകാശത്തെ, ജ്യോതിയെ, എൻ്റെ ആ പ്രകാശം മനസ്സ് ബീജമായി ഇറങ്ങി വന്നു. എൻ്റെ ചെറുരൂപത്തിൽ പുനർജനിച്ച ഞാൻ തന്നെ ആ ശിവ അവതാരമാണോ? ശിവൻ പുനർജനിക്കുകയും പുനർജനിച്ച ആ പുനർജനിച്ച ശിവനെയാണ് ശിവ അവതാരം എന്ന് പറയുന്നത്. അതാണ് ഭൂമിയിലെ ഓരോ മനുഷ്യനും. അതാണ് ആ ഇലാഹിൻ്റെ ഗർഭത്തിലേക്ക് ആ പ്രകാശം ബീജമായി ഇറങ്ങി വന്ന് ഇലാഹിൽ നിന്ന് പിറന്ന ഇല്ലയാണ് നാം ഓരോരുത്തരും. അതാണ്, അതിനെ തന്നെയാണ് ആ പ്രകാശമാണ് പ്രസരിച്ച് ഇലാഹിൻ്റെ ഗർഭത്തിലേക്ക് പ്രകാശം തന്നെ ബീജമായി ഇറങ്ങി വന്ന് ആ രണ്ടാമത്തെ പ്രകാശം, രണ്ടാമത്തേനെ കാണിക്കുന്നത്, ആ രണ്ട് പ്രകാശത്തെ, നൂറിനെ കാണിക്കുന്ന അന്നാണ്. അതാണ് അന്ന മുഹമ്മദ് റസൂലുള്ള. നാം ഓരോരുത്തരുമാണ് ഭൂമിയിലെ. കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും നിങ്ങളും ഞാനും അന്ന മുഹമ്മദ് റസൂലുള്ള തന്നെയാണ്. ആ കൃഷ്ണൻ തന്നെയാണ് നിങ്ങൾ. അന്ന മുഹമ്മദ് റസൂലിലും കൃഷ്ണനും രണ്ടല്ല, രാമനും രണ്ടും മൂന്നും അല്ല, ഏകമാണ്. ഏകം സത്ത് യുപ്ര ബഹുദാവതന്തി. അല്ലാതെ ഇവിടെ പല ജാതികളും മതങ്ങളും ഇതും. ഞാൻ നിങ്ങളോട് പറയുന്നു, മക്കളെ, ഈ ഈ ശിവനെയും അല്ലെങ്കിൽ ഇലാഹിനെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചും അത് തന്നെയാണ് പുനർജനിച്ചുള്ളതാണ് നാം എന്ന് ഭൂമിയിലെ ഓരോ മനുഷ്യനും വന്ന് നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി വിശദമായി കാണിച്ചു തരുന്നു. ഇത് നിങ്ങൾക്ക് ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ ലോകത്തിലെ ഓരോ മനുഷ്യർക്കും എത്തിച്ച് ബോധോദയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ നിങ്ങൾക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ചെയ്യാൻ പറ്റണോ നിങ്ങൾക്ക്? നിങ്ങൾ ലോകം മുഴുവനും, ഭൂമി മുഴുവനും, എല്ലാ ഭാഷയിലും എല്ലാ ഇതിലും എത്തിക്കണം മനുഷ്യർക്ക്. നമ്മൾ ഓരോരുത്തരും എന്താണെന്ന യാഥാർത്ഥ്യത്തെയാണ് ഈ കാണിച്ചു തരുന്നത്. പിന്നെ ആ മതം, ഈ മതം, മറ്റേ മതം, ആ ജാതി, ഈ ജാതി എന്ന് പറഞ്ഞ് പല ജാതി മത വിഭാഗങ്ങൾ ഉണ്ടാവുന്നത്. അത് ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും അറിഞ്ഞ് ആ തലത്തിലേക്ക് ഉയർന്ന് എല്ലാം ഏകം സത് യുപ്ര ബഹുദ വദന്തിയാണ്. വസുദൈവക കുടുംബകമാണ്. ഭൂമിയിലുള്ളവരെല്ലാവരും ഒരു കുടുംബമാണെന്ന് പറയുന്ന ഈ ഭാരത ദർശനം ആണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ലോകത്തെ എല്ലാ മനുഷ്യരെയും അതിലേക്ക് ബോധം കാണിച്ച് അറിയിച്ച് ബോധ്യമാക്കി അവരെല്ലാവരും ഈ ഏകമാക്കി തീർക്കാൻ ശ്രമിക്കണം. എന്നിട്ട്
അതുകൊണ്ടാണ് ഭാരതദർശനം പ്രാർത്ഥിക്കുന്നത്, ലോകോ സമസ്തോ സുഖിനോ ഭവന്തോ. ലോകത്തിലെ എല്ലാവർക്കും എല്ലാം ഞാനായതുകൊണ്ടല്ലേ, ആ ഏകമായതുകൊണ്ടല്ലേ, ഒരു കുടുംബമായതുകൊണ്ടല്ലേ ലോകോ സമസ്തോ സുഖിനോ ഭവന്തോ എന്ന് ശീശ്വരന്മാർ പ്രാർത്ഥിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ആ ഒന്നാണ്. എന്നിട്ട് ഈ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഉടമകളായ നമ്മൾ തന്നെയാണോ വഴിതെറ്റി പോകുന്നത്? നമ്മൾ തന്നെയല്ലേ വഴിതെറ്റി പോകുന്നത്? ആ ജാതി ഈ ജാതി മറ്റേ ജാതി എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ ആ മതം ഈ മതം മറ്റേ മതം എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. അപ്പം നിങ്ങൾ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ആളുകളല്ല. നിങ്ങൾ വേഷം കാവി ധരിച്ചത് കൊണ്ടോ കുറി തൊട്ടത് കൊണ്ടോ മാലിട്ടത് കൊണ്ടോ നിങ്ങളതാവൂലല്ലോ, വേഷമല്ലല്ലോ. നിങ്ങളുടെ ആ യാഥാർത്ഥ്യത്തെ ജനങ്ങളിലേക്ക് ഒഴുക്കി ആ ആർഷഭാരത സംസ്കാരം ഋഷീശ്വരന്മാർ കാണിച്ചതും പഠിപ്പിച്ചതുമായി ലോക ജനതയെ ആ തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയത്. അല്ലാതെ നിങ്ങൾ ഭരിച്ചോ, ഈ ജനതയെ ഒന്നായി കണ്ട് നിങ്ങൾ ഭരിക്കൂ, നിങ്ങൾ തന്നെ ഭരിച്ചാൽ മതി. നീ ഒരാൾ ഭരിച്ചാൽ മതി, ഒന്ന് മതി. നിങ്ങൾ ഭരിക്കേണ്ട, ദൈവം ഭരിക്കട്ടെ നാടിനെ, ദൈവം തന്നെ ആക്കട്ടെ, ദൈവികമായവൻ വരട്ടെ. അല്ലെങ്കിൽ അസുരന്മാർ പറ്റൂല. അതാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിൽ അസുരന്മാർ. മോനെ, ദൈവസ്വരൂപമല്ലാതെ ഒരു അസുരനും ഒരു സാത്താനും ഒരു പിശാചും ഇല്ല. ഇവൻ്റെ തെറ്റായ കാഴ്ചപ്പാടും തെറ്റായ നയവും തെറ്റായ പ്രവർത്തനവും ാണ് അസുരനെന്നും സാത്താനെന്നും പിശാചെന്നും പറയുന്നത്. അല്ലാതെ ഇവിടെ ഒരു പിശാചും ഇല്ല, ഒരു സാത്താനും അസുരനും ഇല്ല. അപ്പം നമ്മുടെ ഭാരതത്തിലെ നല്ല ഭരണം കാഴ്ചവെക്കട്ടെ, ദൈവികമായി തീരട്ടെ, ആ ജ്യോതിയായി തീരട്ടെ, അവർ ഭരിക്കട്ടെ. എന്നിട്ട് ഭാരതം മാത്രമല്ല ലോകം മുഴുവനും നമ്മൾ കീഴടക്കി, ലോകത്ത് മുഴുവനും ഈ ആർഷഭാരത സംസ്കാരം, വസുദൈവ കുടുംബകം, ലോകോ സമസ്ത സുഖിനോ എന്ന സന്ദേശം സന്ദേശം മാത്രമല്ല, ലോകത്ത് മുഴുവൻ മനുഷ്യർക്കും രക്ഷ നൽകി സുഖസന്തോഷാന്തകരമായ ഉല്ലാസ ജീവിതം നൽകണം. നമ്മൾ ആർഷഭാരത സംസ്കാരത്തിൻ്റെ പ്രാർത്ഥന നമ്മൾ പ്രാവർത്തികമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് കഴിയോ? ആർക്ക് കഴിയും? വരിക, ഞാൻ സഹായിക്കാം. ഞാൻ പറയുന്നു, മറ്റേ പലവരോടും പറഞ്ഞു, ഒന്നും ആയില്ല. ഞാൻ ഇപ്പോൾ ദൃശ്യമാക്കി അദൃശ്യതയിൽ നിന്ന് പ്രകാശമാക്കിയും ആ പ്രകാശം പ്രസരിച്ച് രൂപാന്തരപ്പെട്ട അർദ്ധനാരീശ്വരനായി ശിവനും ശിവ സ്വരൂപവുമാക്കി കാണിച്ചല്ലോ, ഇലാഹയില്ലെന്ന്. ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ എന്താ എടുക്കുക, ഗ്രാഫിക് ചെയ്യാൻ കഴിയുമോ? സൃഷ്ടിച്ചുണ്ടാക്കി സിനിമയിൽ കാണിക്കും പോലെ ഉണ്ടാക്കി കാണിച്ചിട്ട് ആ സൃഷ്ടി ഇതുപോലെ ഞാൻ ഇപ്പം കാണിച്ചു തന്നില്ലേ, ഇതുപോലെ ഗ്രാഫിക് ചെയ്ത് കാണിച്ച ആളുകൾ പെട്ടെന്ന് ഇതിലേക്ക് ബോധ്യം വരില്ലേ? അതിന് ഗ്രാഫിക് ചെയ്ത് ഇതെല്ലാം ഞാൻ ഉള്ളപ്പെടലേ പറ്റൂ, അല്ല എന്നെപ്പോലുള്ള ഒരു ദർശകൻ വേണം, ഉള്ളപ്പെടലിൽ പറ്റൂ. ഞാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ഉണ്ടാവും. ഒരു ഗ്രാഫിക് കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്ത് ലോകത്തിന് പ്രകാശിപ്പിക്കുക, ലോകം മുഴുവൻ വിടുക, എല്ലാവരും അറിയട്ടെ നാം ഓരോരുത്തരും എന്താണെന്ന്. ഈ ഭാരത സംസ്കാരം ഏകം സദ്യുപ്ര ബഹുദ വദന്തി എന്നും വസുദൈവ കുടുംബകമെന്നും ഒരു കുടുംബമാണെന്നും പല ജാതി മത വിഭാഗങ്ങളല്ല ഒറ്റ കുടുംബമാണെന്നും അതല്ലേ ശിഷ്യന്മാർ നമ്മളെ പഠിപ്പിച്ച്, അതല്ലേ ഗീതയും ഉപനിഷത്തും. പിന്നെ നമ്മളെങ്ങനെ മാറിപ്പോയി? അപ്പം നമ്മൾ ആ ആർഷഭാരത സംസ്കാരത്തിന് പോവുകയാണോ? അപ്പം നിങ്ങൾ അതിൻ്റെ ആളുകൾക്ക് എത്തിക്ക്, ഒന്നാക്കി നിങ്ങൾ ഭരിച്ചോ. ലോകോ സമസ്തോ സുഖിനോ ഭവന്തോ, അത് വരുത്താൻ വേണ്ടി ഈ ശ്രദ്ധിക്ക്. എല്ലാവർക്കും സ്വർഗത്തെ, നല്ലൊരു സ്വർഗത്തെ സൃഷ്ടിച്ചെടുക്കുക, വൈകുണ്ഠത്തെ സൃഷ്ടിച്ചെടുക്കുക. അതാണ് വൈകുണ്ഠം. വൈകുണ്ഠത്തെ സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? അതാണ് ഭരിക്കേണ്ടത്, അതാണ് ഭരണകർത്താക്കൾ. ഒരു വൈകുണ്ഠത്തെ ഉണ്ടാക്കുക, അതാണ് സ്വർഗം. എല്ലാവർക്കും സുഖം, സന്തോഷം, ഐശ്വര്യം, ആനന്ദം കിട്ടുന്ന ഒരു ലോകത്തെ സൃഷ്ടിച്ചു കൊടുക്കണം, ഉണ്ടാക്കണം. അതാണ് ഭാരത സംസ്കാരം.
അതാണ് നമ്മളെ ഭരണകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഇവിടെ വിഭാഗീയത, ജാതി, മതോ, ആ ജാതി ആ പ്രദേശത്ത് നിന്ന് ഈ പ്രദേശത്ത് നിന്ന് എല്ലാ ഭൂമി മുഴുവനും ഞാൻ പറയുന്നു മറ്റേ എന്താണ് ഭാരത സംസ്കാരത്തിൻ്റെ ഇതിനെന്താ പറയുക, ഈ ഭൂമി അർദ്ധനാരീശ്വരനായ പ്രപഞ്ചമാണ്, പ്രപഞ്ചഗർഭമായ മാതാവ് അർദ്ധനാരി ഭൂമി ഭൂഗോളമാണ്. ഈ ഭൂഗോളത്തിലുള്ള നാം എല്ലാം ഒന്നാണ്. പിന്നെ ലണ്ടന്, അമേരിക്ക, പിന്നെ എന്താണ് റഷ്യ, പാകിസ്ഥാന്, ബംഗ്ലാദേശ്, ഇങ്ങനെ ഒരു രാഷ്ട്രമില്ല. നമ്മുടെ അർദ്ധനാരീശ്വരനായ സംസ്കാരത്തിൽ, ഭാരത സംസ്കാരത്തിൽ എന്താണ് ആ ഗ്രന്ഥത്തിന് എന്താ പറയുക, ഗീത ഉപനിഷത്ത് പറയുന്ന ആ ഗ്രന്ഥങ്ങൾ പറഞ്ഞ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ച് രചിച്ച് തന്ന മാതാവ് ഭാരതം. അപ്പോൾ ഈ അർദ്ധനാരീശ്വരൻ, അർദ്ധനാരി എന്ന് പറഞ്ഞത് ഈ ഭാരതം എന്ന് പറഞ്ഞ ചെറിയ പ്രദേശത്താണോ, ഇന്ത്യയാണോ? അല്ല, ഈ ഭൂഗോളം ആകെയാണ് നാരി. പിന്നെ നിങ്ങൾ ഏത് ആ പ്രദേശത്തെ പറ്റില്ല, ഈ പ്രദേശത്ത് അവർ പറ്റില്ല, ഇവർ പറ്റില്ല എന്ന് പറയുന്നത്, ഈ ഭൂഗോളം ആകെയാണ് അർദ്ധനാരി ഈശ്വരൻ. അല്ല മോനെ? ഇതല്ലേ നമ്മളെ ഭാരത സംസ്കാരം നമ്മൾ പഠിപ്പിക്കുന്നു, ഇതാക്കുന്നു. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ ദർശകരായ ആളുകളെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം, ബോധ്യപ്പെടുത്തി തരാം. അയ്യോ, നിങ്ങൾക്ക് വേണ്ടിയാണ്, ഈ ദൈവസ്വരൂപത്തിന് വേണ്ടിയാണ്. ദൈവമാണ് അർദ്ധനാരീശ്വരനായ ശിവനും, ശിവൻ തന്നെ പുനർജന്മ ശിവാവതാരവും. ഇതിനു വേണ്ടിയാണ് ഈ ഭൂമി നിലകൊള്ളുന്നതും. ആ പ്രകാശം ജീവജലവും ഭക്ഷ്യവസ്തുക്കളും ഓക്സിജനും എല്ലാം നൽകി പരിപാലിച്ചു പോരുന്ന ജ്യോതിയെ, പ്രകാശത്തെ, നൂറുള്ളയെ കണ്ടില്ലേ, എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സസ്യങ്ങൾ, ഈ വൃക്ഷം, ഈ നിലകൊള്ളുന്ന വൃക്ഷങ്ങൾ ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു? ഏത് ദൈവത്തിന്? നിങ്ങൾക്ക് വേണ്ടി, ഈ ദൈവത്തിന്, ഈ ഈശ്വരന് വേണ്ടി. അതിൽ ചക്കയും മാങ്ങയും പഴങ്ങളും എല്ലാം ആരാ ഭുജിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി. ആ തടിമരം പാവം കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നു, പൊട്ടി നിങ്ങളാ ഏറും കൊട്ടും അടിയും എല്ലാം കൊണ്ട് സഹിച്ച് നിൽക്കുന്നു. എന്നിട്ട് ആർക്ക് വേണ്ടിയാ നിൽക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി അല്ലേ? പഴവും മറ്റേ കായ്കനികളൊക്കെ നിങ്ങൾക്കല്ലേ തരുന്നത്, തണലും ഓക്സിജനും ഒക്കെ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നന്ദിയുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഏത് ദൈവത്തിൻ്റെ ആളാണ് നിങ്ങൾ? ഏത് ഗ്രന്ഥത്തിൻ്റെ, ഏത് മതത്തിൻ്റെ ആളാണ് നിങ്ങൾ? നോക്കുക, ആ സസ്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതിൻ്റെ തടിമരം പോലും നിങ്ങൾ അറുത്തെടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നു. ആ ഇലയും തണ്ടും തടിയും പൂവും കായകളും പഴങ്ങളും എല്ലാം തടിമരം പോലും നിങ്ങൾക്ക് ആസ്വദിക്കുന്നത്. അപ്പം ആർക്ക് വേണ്ടിയിട്ടാണ് സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാം നിലകൊള്ളുന്നത്? നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളാണ് അതെല്ലാം അനുഭവിക്കുന്നത്. എന്നുപോലെ ഉറുമ്പ് മുതൽ എന്തെങ്കിലും ഇവിടെ വീണ് പോയാൽ ഉറുമ്പ് വന്നിട്ട് ആ സ്ഥാനം എടുത്ത് കൊണ്ടുപോകും. നിങ്ങളെ പരിസരം ശുദ്ധിയാക്കാൻ എറുമ്പ് മുതൽ എല്ലാ ജീവജാലങ്ങളും നിങ്ങളെ പരിസരം, നിങ്ങളല്ല, ദൈവത്തിന് സുഖമായി ജീവിക്കാൻ വേണ്ടുന്ന ലോകോസ്തു സമസ്തോ സുഖിന ഭവന്തു എന്ന് പറഞ്ഞ പോലെ ആ ഈശ്വരൻ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും സുഖജീവിതത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു. ഇവിടെ വൈകുണ്ഠമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളതിനെ നരകമാക്കി കളയരുത്. ഇവിടെ വൈകുണ്ഠത്തെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ പരിസരം മലിനീകരണത്തിൽ നിന്ന് ശുചിയാക്കാൻ ജീവജാലങ്ങളിൽ ചില വാതകങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മരണത്തിനും ജീവിത അസുഖവും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം വലിച്ചെടുക്കാനും അതിനെല്ലാം പരിപാലിച്ച് നിങ്ങൾക്ക് സ്വർഗലോകത്തെ, വൈകുണ്ഠത്തെ സൃഷ്ടിക്കെടുക്കാൻ വേണ്ടിയാണ് ദൈവം, ഈശ്വരൻ എല്ലാം സംവിധാനിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഈ സ്വർഗത്തെ, വൈകുണ്ഠത്തെ നിങ്ങൾ നരകമാക്കി കളയരുത്. നിങ്ങൾ നരകമാക്കി കളയുകയാണ് ഇവിടെ. ഇത് നിങ്ങൾ എവിടെ വസിക്കുന്നറിയാം മോനെ? നിങ്ങൾ എവിടെ വസിക്കുന്നറിയാം മക്കളെ? അർദ്ധനാരി
പാതി നാരി നിങ്ങൾക്ക് ജന്മം നൽകുകയും വെള്ളവും ഭക്ഷണവും നിങ്ങൾ മാതാവിൻ്റെ ഗർഭത്തിലായിരുന്നപ്പോൾ ഉള്ള പോലെ തന്നെ ഇപ്പോഴും ഈ അർദ്ധനാരിയുടെ മാതാവിൻ്റെ ഗർഭത്തിലാണ് നിങ്ങൾ ഇപ്പോഴും വസിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ജീവജലവും ഭക്ഷ്യവസ്തുക്കളും ഓക്സിജനും ആവശ്യമായതെല്ലാം യഥേഷ്ടം നൽകി പരിപാലിച്ചു പോരുന്ന മാതാവിൻ്റെ ഗർഭത്തിലാണ് നിങ്ങൾ ഇപ്പോഴും വസിക്കുന്നത്. അതാണ് ഈ അർദ്ധനാരി. ഈ ഭൂഗോളമാണ് മാതാവ്. ഭൂമി മാതാക്ക് ജയിനെ വിളിക്കുന്നു. എന്നിട്ട് നിങ്ങൾ വിഭാഗീയത ഉണ്ടാക്കണം. ആ സ്ഥലം പറ്റില്ല, ആ സ്ഥലത്തെ പേര് പലതും നൽകിയിരിക്കണം. ഇവിടെ നിങ്ങൾ കഷ്ണങ്ങളാക്കി മാറ്റി ലണ്ടന്, അമേരിക്ക, ആ നാട്, ഈ നാട്, മറ്റേ നാട്, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനല്ലേ മുറിച്ചു മാറ്റിയത്. എന്നിട്ട് യുദ്ധവും മറ്റും മറിച്ചും എല്ലാം നൽകി ജനങ്ങളും കോടാനക്കോടി നഷ്ടപ്പെടില്ലേ യുദ്ധത്തിൽ. ജീവനും കോടാനക്കോടികളും സമ്പത്തും എല്ലാം. ബുദ്ധി എന്താ ഇല്ലാത്തത് മക്കളെ? എല്ലാവർക്കും ഒരു അനുരജ്ഞനം കൊണ്ട് ഒരു പഞ്ചായത്ത് ഉണ്ടാക്കിവിടെ ഒരു ജഡ്ജിമെന്ന്. ഒരു ജഡ്ജിനെ ലോകം നിശ്ചയിച്ചിട്ട് അതിനെ പോലും വില വെക്കാതെ ഇതാക്കണം. ഓനെ ശിക്ഷിക്കണ്ടേ? എന്താ ഞാനിനി എന്ത് പറയാനാ? ഈ ജാതി മത വിഭാഗങ്ങൾ, വർഗ വിഭാഗങ്ങളില്ലാതെ എല്ലാവർക്കും ഐശ്വര്യം നൽകുന്ന ഒരു ദൈവികമായവനെ വേണ്ടി നമുക്ക്, അല്ലേ? നമുക്ക് കൃഷ്ണനെ, രാമനെ, യേശുവിനെ, ബുദ്ധനെ, മുഹമ്മദിനെയാണ് ഇവിടെ വേണ്ടത്. എന്ത് പേര്? ഇപ്പോൾ ഇവിടെ മോൻ്റെ പേരില്ലല്ലോ. നമുക്ക് അർദ്ധനാരീശ്വരനായ ശിവൻ പുനർജനിച്ചുള്ള ശിവ അവതാരവും അല്ലേ ഇവിടെ അവതരിച്ച് എല്ലാവരും. അപ്പോൾ ശിവ അവതാരം മാത്രമേ ഉള്ളൂ, ശിവൻ മാത്രമേ ഉള്ളൂ. പിന്നെ കൃഷ്ണന്, രാമന്, മുഹമ്മദ്, യേശു, ഇത് ഗോപാലൻ, പിന്നെന്താണ് ജോർജ്, ഇതൊക്കെ ഉണ്ണുവന്ന്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ നമ്പർ 1, 2, 3, 4 എന്ന് പറയും പോലെ ഓരോ നമ്പർ കൊടുക്കുന്ന പോലെ കൊടുത്തതാണ്. ഇത് ആ പേരിലാണെങ്കിൽ ആ ജാതിക്ക് ആ പേര്, ഈ ജാതിക്ക് ഈ പേര് എന്ന് പറഞ്ഞിട്ട് വലിയ കഷ്ടമായി പോയിട്ട് മോനെ. എങ്ങനെ നമ്മളെ രക്ഷിച്ചെടുക്കാം? നമ്മളെ രക്ഷിച്ചെടുക്കാം. ദൈവത്തെ എങ്ങനെ? ദൈവം തന്നെയല്ലേ ഇതെല്ലാം ആവുന്നത്. ഇനി എന്താ പറയേണ്ടത്? ഞാൻ നിർത്തി. നിങ്ങൾ ആത്മാവിൻ ചിരാത്, നിന്നാത്മാവിൻ ചിരാത് എനിക്കു തരൂ സഖേ, എനിക്കു തരൂ. ജ്ഞാനതിലൻ പ്രണയാഗ്നി, ജ്ഞാനതിലൻ പ്രണയാഗ്നി പകർന്നു തരാം സഖേ, പകർന്നു തരാം. പിന്നെ നിന്മൺ ചിരാത് നൂറുന്നലാനൂർ, പിന്നെ നിന്മൺ ചിരാത് നൂറുന്നലാനൂർ, പിന്നെ നിന്മൺ ചിരാത് നൂറുന്നലാനൂർ, പിന്നെ നിന്മൺ ചിരാത് നൂറുന്നലാനൂർ.